You will be surprised how God has prepared everything in advance. The way will be open. The reservoir for everything will be open. Manna will fall. The supernatural will become natural. If you believe, shout the name of Jesus, which is the biggest supernatural name. ഇവിടെ വരുന്ന 10,000-കൾക്കും വേറെ ഒരിടത്തും നടന്നിട്ടില്ലാത്തത്, വേറെ ആർക്കും നടത്തിയിട്ടില്ലാത്ത പുതിയതൊന്ന്, ആരും കണ്ടിട്ടില്ലാത്തത് നിന്റെ ജീവിതത്തിൽ, നിന്റെ ശുശ്രൂഷയിൽ, നിന്റെ മക്കളിൽ, നിന്റെ സാമ്പത്തികത്തിൽ, നിന്റെ ബിസിനസ്സിൽ, നിന്റെ മക്കളിൽ, നിന്റെ ആരോഗ്യത്തിൽ നടക്കുമെന്ന് വിശ്വസിക്കുന്ന മക്കൾ കരമുയർത്തിയ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വർഗീയ വിരുന്ന് സഭയുടെ സഹോദരി സഹോദരന്മാർക്കും യേശുക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം. ഞായറാഴ്ചത്തെ മീറ്റിങ്ങിന് ശേഷം അതിശക്തമായ മഹത്വത്തിൽ പൊതിയപ്പെട്ട ഒരു മീറ്റിംഗ് ആയിരുന്നു. ആ മെസ്സേജ് നിങ്ങളിപ്പം കാണും. എന്നാൽ അതിന് മുമ്പേ ഈ ദിവസങ്ങളിൽ നമ്മൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലുമാണ്. ഉപവാസവും പ്രാർത്ഥനയും കാര്യസാധ്യതയ്ക്ക് വേണ്ടിയല്ല. ഉപവസിക്കുന്നത് നമ്മളെ തന്നെ അച്ചടക്കത്തിൽ ആക്കാനാണ്. ആത്മീയമായും ശാരീരികമായും കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ അച്ചടക്കം. പൗലൂസ് പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ അനേകരെ നേടിയിട്ട് ഞാൻ തന്നെ ഡിസ്ക്വാളിഫൈഡ് ആകാതിരിക്കാൻ ഞാൻ എന്നെ തന്നെ ഡിസിപ്ലിൻ ചെയ്യും. സോ ആ ഡിസിപ്ലിൻ്റെ ഭാഗമാണ് സ്വർഗവിരുന്ന സഭയിൽ ഒരിക്കലും എല്ലാ വർഷവും ഇന്ന ദിവസം മുതൽ ഇന്ന ദിവസം ഉപവസിക്കും എന്നുള്ളത് പറച്ചിലില്ല. പരിശുദ്ധാത്മാവ് പറയും, ആ സമയത്ത് ഇരിക്കുന്നത് എന്തിനാ? എഴുന്നേൽപ്പിക്കാനാണ്. ഇതൊരു റീചാർജ് ആയിരിക്കും. നമ്മുടെ മൊബൈലൊക്കെ എല്ലാ ദിവസവും രാത്രി കൊണ്ട് റീചാർജ് ചെയ്യും. അതുപോലെ നമ്മുടെ ആത്മീയ ജീവിതം ചാർജ് ആക്കുവാനായി കർത്താവുമായിട്ട് ബന്ധപ്പെടണം. ഇതിനോടനുബന്ധിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനും കൂടെ ഉണ്ട്. ഒന്ന്, നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത നിലയിൽ ഈ പുതു സ്കൂൾ വർഷത്തിൽ ഒരു വീട്ടിൽ നിന്നും 3 പിള്ളേർ ഒന്നിച്ച് വിടണമെങ്കിൽ ആ കുടുംബത്തിന് വലിയ വെല്ലുവിളിയാണ്. ഒരു കൊച്ചിനെ എങ്ങനെയും തല്ലിക്കുട്ടി വിടാം. അല്ല, ഈ വർഷം 2026 നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത നിലയിൽ എണ്ണത്തിൽ ഏറ്റവും അധികമായി കുറഞ്ഞത് 1,00,000 പിള്ളേർക്കെങ്കിലും കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. സോ നമ്മളെല്ലാവരും ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ, ഇവിടെ കോട്ടയത്ത് ജസ്റ്റിൻ ബ്രദർ ആമസോണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം തൻ്റെ കൂടെ ജോലി ചെയ്തവരോട് പറഞ്ഞു, ഇങ്ങനെയൊരു സംരംഭമുണ്ട്, നിങ്ങൾക്കും വേണേൽ പങ്കാളിയാകാം. ആ കൂടെ ജോലി ചെയ്തവരെല്ലാം 1 ബാഗ് 2 ബാഗ് 10 ബാഗ് വെച്ച് സ്പോൺസർ ചെയ്തു. 25 ബാഗായിരുന്നു അവിടെ നിന്ന് തന്നെ കിട്ടി. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങൾക്ക് നന്മ ചെയ്യാൻ എല്ലാവർക്കും ആഗ്രഹമാണ്. അവസരം കാണിച്ചു കൊടുക്കേണ്ടത് നമ്മളാണ്. സോ അതിന് എല്ലാവരോടും കൂടിയാൽ ഇത് എളുപ്പത്തിൽ നമുക്കെല്ലാവർക്കും ചെയ്യാൻ സാധിക്കും. ഈ ദിവസങ്ങളിൽ സ്വർഗവിരുന്ന സഭയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത നിലയിൽ പരിശുദ്ധാത്മാവിൻ്റെ മഹത്വം കാണുന്ന നിലയിൽ ഇറങ്ങും. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്നറിയാം. ഈ ഡിസംബർ 31 കഴിഞ്ഞ് നിങ്ങളെ കാണാൻ പറ്റിയില്ല. ഡിസംബർ 31 നിങ്ങളെല്ലാവരും ദൂരവേ നിന്ന് എൻ്റെ ഒരു വാക്ക് കേട്ട് വരണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും വന്നു. വീണ്ടും നന്ദി പറയുന്നു. നമുക്കൊന്നിച്ച് തോളോട് തോൾ നിന്ന് വലിയൊരു ഉണർവിനെ കാണണം. ഇതൊരു 3ാം ഹെവൻലി ഫീസ്റ്റിൻ്റെ അടുത്ത ഘട്ടം ഉണർവ് കേരളത്തിൽ ആരംഭിക്കുക. യാഗപീഠം ഒരുക്കി കഴിഞ്ഞപ്പോൾ ഉയരത്തിൽ നിന്നും അഗ്നി ഇറങ്ങിയെന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതം എന്ന യാഗപീഠം തയ്യാറാക്കുമ്പോൾ ഉയരത്തിലെ അഗ്നിയാൽ നിറയപ്പെടും. യേശു അഗ്നിയാൽ നമ്മളെ
നിറയ്ക്കുന്നവൻ്റെ നിറവാണ്. സോ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം, ഹൃദയത്തിലെ ഇടുക്കങ്ങൾ മാറി നൽകണം. നമ്മൾ ഒന്നിച്ച് ചേർന്ന് റീച്ച് വേൾഡ് വൈഡ് എന്ന് പറയുന്നത് ഒരു വേറെ സംഘടനയല്ല, നമ്മുടേതാണ്. നമ്മൾ ഉദ്ദേശിക്കാത്ത വലിയ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. സോ നമുക്ക് ഒന്നിച്ച് ചേരാം. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നേരിൽ വീണ്ടും കാണും വരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. Pray for each and everyone who is standing over here. They have not come to a man, they have come to the God who heals. കാൽമുട്ടിന് വളരെ നാളുകളായിട്ടുള്ള വേദനയാണ്. ഈ പ്രാവശ്യം നാട്ടിൽ പോയ സമയത്ത് ട്രീറ്റ്മെന്റ് എടുത്തതാണ്. പക്ഷേ ഇവിടെ വരുന്ന സമയത്ത് വേദനയോടെ തന്നെയാണ് വന്നത്. നമ്മൾ പ്രാർത്ഥിച്ച സമയത്ത് ഒരു ചൂട് പോലെ വന്നു, ഒരു ഇലക്ട്രിക് ഷോക്ക് പോലെ ഒരു ചൂട് പോലെ ശരീരത്തിൽ വന്നു. പരിപൂർണ്ണ സുഖം. യേശുവിന്റെ നാമത്തിൽ പരിപൂർണമായ സൗഖ്യമുണ്ടാകട്ടെ. ജീസസ് മൈറ്റി നെയിം. എങ്ങനെയുണ്ട്? ഹൗ ഡു യു ഫീൽ? കുറവുണ്ട്. സൗഖ്യമാക്കിയ കർത്താവിനെ ഒന്ന് റൈറ്റ് ഹാൻഡ് അനക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു, കൈ ഉയർത്താൻ പറ്റത്തില്ലായിരുന്നു, ബാക്കിലോട്ട് വെക്കാൻ പറ്റില്ലായിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞ നിമിഷം അതിന് കൈ ഉയർത്താൻ നാളുകളായിട്ട് കാലിൽ 2 കാലുകൾക്കും വേദനയുണ്ടായിരുന്നു. പ്രാർത്ഥിച്ച സമയത്ത് ഇവിടെ ഇപ്പൊ സിസ്റ്റർ പറയുന്നത് ആ കാലുകളുടെ വേദന നാളുകളായിട്ടുള്ള വേദനയാണ് കുറഞ്ഞു. ഹല്ലേലൂയ. കരങ്ങളൊക്കെ അടിച്ച് ഒരു പുകച്ചിലായിരുന്നു. എന്നാൽ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പുകച്ചിൽ മാറ്റിയ കഴപ്പ് ആ എല്ലാ സമയത്ത് രാവിലെ സംസാരിക്കാൻ നേരത്ത് നല്ല ചുമയുണ്ടായിരുന്നു. ഈസിയായിരുന്നു, നീന്താൻ പോലും പറ്റുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പം പരിപൂർണ്ണ ബ്രദറിനോട് സംസാരിക്കാൻ എനിക്ക് വയ്യായിരുന്നു. ഈ നിമിഷം അപ്പൊ ബ്രദർ തന്നെ എന്നോട് പറഞ്ഞു ഇപ്പൊ സൗഖ്യമാകും, പോയിരുന്നു മിന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഡോക്ടറോട് പ്രാർത്ഥിച്ചത് എന്റെ നെഞ്ചിനാരോ കൈവച്ചു. യേശു സൗഖ്യമാക്കി. യേശു മെയിൻ വൈദ്യൻ. എല്ലാം ഓക്കെ ആയില്ലേ? ഭാര്യ എന്തി കൊണ്ടുവന്ന ഭാര്യ ഇവിടെ എല്ലാം ഓക്കെ ആയില്ലേ? ഇവിടെ കൊണ്ടുവന്നപ്പോ ഇങ്ങനെ നടക്കത്തില്ല. ഇപ്പൊ എന്നാ സംഭവിച്ചേ? ഇപ്പൊ നടക്കുന്നുണ്ട്. മറ്റേ വീഴും, എത്ര സ്പീഡിൽ പോകാനല്ല, വീഴും മുട്ടുകൊണ്ട് പൊട്ടിക്കിടക്കും. യേശു തൊട്ടു. യേശു സൗഖ്യമാക്കുന്നത്. നീ അങ്ങോട്ട് ഓടിച്ചു നല്ല സ്പീഡ് നടന്നേ. ഇവിടെ നിന്ന് ആരും സൗഖ്യമാകാതെ സന്തോഷം കൊണ്ടുള്ള കണ്ണീരാണോ? യേശു സൃഷ്ടാവാ. യേശു സൗഖ്യമാക്കി, ഞാനല്ല. ഒരു കുഴപ്പമില്ല. Thank you for this. കരങ്ങളെ വീശി ഉപവാസം എന്ന് പറയുന്ന ദൈവ സാന്നിധ്യത്തിൽ നടക്കുന്ന ഉപവസിക്കുക, ദൈവത്തിൻ്റെ കൂടെ വസിക്കുക. ആ ബോധ്യത്തിൽ പ്രാർത്ഥനയുടെ കൂടെ പൗലോസ് ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ അനേകരെ നേടിയിട്ട് ഞാൻ തന്നെ
അയോഗ്യനായാൽ എനിക്കെന്ത് പ്രയോജനം? അതുകൊണ്ട് എൻ്റെ ശരീരത്തെ ഞാൻ ഡിസിപ്ലിൻ ചെയ്യുന്നു. മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ ദണ്ഡിപ്പിക്കേണ്ട, അതിനെ ഡിസിപ്ലിൻ ചെയ്യണം. കാരണം മനസ്സിൽ എപ്പോഴും ലോകത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് രജിസ്റ്റർ ആകുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പരിശുദ്ധാത്മാവിൽ 2 കൊരിന്ത്യർ 10 പറയുന്നത്, ക്രിസ്തു യേശുവിൻ്റെ പരിജ്ഞാനത്തിന് വിപരീതമായ ഉയരുന്ന എല്ലാ കോട്ടകളെയും ഞാൻ ഇടിച്ചു കളയുന്നു. ലോകത്തിലെ ഇന്നത്തെ അവസ്ഥ, കൂരിരുട്ടിലേക്ക് ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. ഡിപ്രഷൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യാശയില്ലാതെ ജനം, വിശ്വാസികൾ പോലും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഓസ്ട്രേലിയയിൽ പോയ സമയത്ത് എൻ്റെ കൂടെ ആയിരുന്ന ദേവദാസൻ പറഞ്ഞു 70% ദൈവദാസന്മാർ ഡിപ്രഷനിലാണ്. സോ ലോകം ഒരു ഇരുട്ടിലേക്ക്, കൂരിരുട്ടിലേക്ക് പോകുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ സഭ മഹത്വത്തിലേക്ക് വർദ്ധിച്ച് ജാതികൾ നിങ്ങളുടെ മഹത്വം കാണുന്ന നിലയിൽ ആയിത്തീരും. എനിക്കൊരു അതിശയവുമില്ല, ഇല്ലായിരിക്കും. ഇവിടെ ഓരോ ഞായറാഴ്ചയും ഇവിടെ കൂടുന്നവർ വന്ന് ഈ ആഴ്ച ഞാൻ 2 മരിച്ചവരെ ഉയർപ്പിച്ചു എന്ന് സാക്ഷ്യമായിട്ട് വരാൻ പോകുന്നത്. ഈ ആഴ്ച നടക്കാൻ മേലാത്ത ഒരാൾ, ഞാൻ ബസ് സ്റ്റാൻഡിൽ നിന്നപ്പം നടക്കാൻ മേലാതെ അവിടെ മുടന്തനായി വന്നു, ഞാൻ പിടിച്ചപ്പോൾ സൗഖ്യമായി. ആ സാക്ഷ്യങ്ങൾ ഇനി ഹെവൻലി ഫീസ്റ്റിൽ സാധാരണയാകാൻ പോകുക. അത് വിശ്വസിക്കുന്നവർ മാത്രം നല്ല ഉറച്ച ആമേൻ എന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. സോ റീചാർജിൻ്റെ ദിവസമാണ്. ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങേണ്ട സമയമാണ്. എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ ഹൃദയം കഠിനപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും സോഫ്റ്റ് ആക്കാൻ പറ്റിയ സമയമാണ്. കർത്താവിനെ ആരാധിക്കുന്നവൻ്റെ കാൽ കീഴിലാണ് പിശാചിൻ്റെ തല. യഹൂദ, നീ സ്തുതിക്കുന്നവൻ, നിന്റെ കൈ ശത്രുവിൻ്റെ കഴുത്തിൽ ഇരിക്കും. ആരാധിക്കുന്നവൻ്റെ കൈ ശത്രുവിൻ്റെ, ഞാൻ പറഞ്ഞതല്ല, വചനം പറയുന്നതാ. നമ്മുടെ മഹാപുരോഹിതൻ യഹൂദ ഗോത്രത്തിലെയാണ്. യഹൂദ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം സ്തുതിക്കുന്നവൻ്റെ കൈ ശത്രുവിൻ്റെ. ആരാധിക്കുന്നവനെ ശ്രദ്ധിച്ചാൽ അറിയാം, അവനെ തൊടാൻ പറ്റത്തില്ല. ആരാധിക്കുന്നവനെ കണ്ടാൽ അറിയാം, അവൻ്റെ മുഖം തേജസ്സിന്മേൽ തേജസ്. ആരാധിക്കുന്നവനെ കണ്ടാൽ അറിയാം, അവൻ അഗ്നിയാൽ നിറഞ്ഞ് നിൽക്കുന്നത്. പിശാച് ദൂരവേ കാണുമ്പോഴേ പറയും, ആരാധിക്കുന്നവനാ സൂക്ഷിച്ചോണം, അവൻ്റെ അടുക്കൽ പോലും പോകാൻ മടിക്കണം. വീട്ടുകളിൽ ആരാധന ഉയരട്ടെ, വീടുകളിൽ സ്തുതികൾ ഉയരട്ടെ, പേർവെറുപ്പും പരാതികളും മാറ്റി ഈ രാവും പകലും അതെ നിങ്ങൾക്ക് ആരാധിക്കാം, അല്ലെങ്കിൽ ആരാധിക്കുന്ന പാട്ടിട്ടുണ്ട് തുള്ളിച്ചാടി കർത്താവിനെ സ്തോത്രം ചെയ്യണം. ദൈവവചനത്താലാണ് നമ്മൾ വീണ്ടും ജനിച്ചത്. വചനം ദൈവം തന്നെയാണ്. ഹല്ലേലൂയ. ദൈവവചനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറയപ്പെട്ടതാണ്. ഞാനിന്ന് ദൈവവചനം വായിക്കുമ്പോൾ പാഴും ശൂന്യമായ ഭൂമിയുടെ മേൽ പ്രവർത്തിച്ച പരിശുദ്ധാത്മാവ്. എത്ര പേർ വിശ്വസിക്കുന്നു പാഴും ശൂന്യമായ ഭൂമിയുടെ മേൽ പ്രവർത്തിച്ച പരിശുദ്ധാത്മാവ്? ഹല്ലേലൂയ. നാളുകൾ ഇരുട്ടിൻ്റെ മീതെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധാത്മാവ് വാസ് വെയിറ്റിംഗ്. പരിശുദ്ധാത്മാവ് വെയിറ്റ് ചെയ്യായിരുന്നു ഒരു ശബ്ദത്തിന് വേണ്ടി. വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് വെളിച്ചമുണ്ടാകട്ടെ. അത് വായിച്ചു നമ്മൾ. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കും അതേ പരിശുദ്ധാത്മാവാണ് ഇന്ന് നിങ്ങളുടെ അകത്ത് വസിക്കുന്നത്? ആമേൻ കേട്ടില്ല. പാഴും ശൂന്യമായ ഭൂമിയെ ഇത്രയും മനോഹരമായ കോൺസ്റ്റലേഷൻസ്, ഇത്രയും മനോഹരമായ ഭൂമിയെ സൃഷ്ടിച്ച അതേ പരിശുദ്ധാത്മാവാണ് നിങ്ങളുടെ അകത്ത് വസിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞാൽ
അങ്ങനെയാണെങ്കിൽ പാഴും ശൂന്യമായ ഭൂമിയുടെ മേൽ നിങ്ങളുടെ ഉള്ളംകാൽ ചവിട്ടുമ്പോൾ അവിടെ മനോഹര വസ്തുക്കൾ വെളിപ്പെടും. ഇന്ന് പകൽ അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പാഴും ശൂന്യമായതിനെ മാറ്റിമറിക്കുന്ന ദൈവശക്തി നിങ്ങളുടെ അകത്ത് ഇരിപ്പുണ്ട്, എൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളുടെ കൈ പിടിച്ച് പറയണം, അതേ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തിരിക്കുന്നു. ഏത് പാഴും ശൂന്യത്തെ മനോഹര വസ്തുവാക്കുന്ന ചുമ്മാതല്ല വചനം പറയുന്നത്. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഇരിക്കുന്നു, അവന് ഹല്ലേലൂയ വെണ്ണീരിന് പകരം അലങ്കാരം മാല. അതെ, ഏത് ചാരമായി തീർന്നു പോയെന്ന് പറഞ്ഞെങ്കിൽ നിന്റെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവിന് അതിനെ മാറ്റി ഹല്ലേലൂയ തള്ളപ്പെട്ട സ്ഥലത്ത് നിന്നെ വാലല്ല തലയാക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളിലും എന്നിലും വസിക്കുന്നു. തള്ളിക്കളഞ്ഞെടുത്ത് തന്നെ ഉയർപ്പുണ്ടെന്ന് ഓർത്തോണം. മരണമുണ്ടോ? ഉയർപ്പ് നിശ്ചയമാ. നിന്നയുണ്ടോ? ഇരട്ടി മാന്യത നിശ്ചയമാ. കാര്യം നിങ്ങളിൽ വസിക്കുന്നത് അതേ പരിശുദ്ധാത്മാവ്. മോശ 40 വർഷം മരുഭൂമിയിലായിരുന്നു. മുൾപടർപ്പിൽ തീ പ്രത്യക്ഷപ്പെട്ടു, അഗ്നിയിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടു. ഞാനാകുന്നവനെന്ന് പറഞ്ഞു, പരിചയപ്പെടുത്തി. ഇന്ന് അത് എത്ര പേർ വിശ്വസിക്കും? ആ മുൾപടർപ്പിൽ മോശ ദൈവത്തെ മുഖാമുഖം കണ്ടു, ഒരു അഗ്നിയായി കണ്ടു. ആ അഗ്നി ആ മുൾപടർപ്പിനെ കത്തിച്ചില്ല, പക്ഷെ ആ അഗ്നി കത്തി ജ്വലിച്ചു നിന്നു. ഹല്ലേലൂയ. അത് വായിക്കുമ്പോൾ വിശ്വസിക്കാം, പക്ഷേ എത്ര പേര് ഇന്ന് നിങ്ങൾ വിശ്വസിക്കും അതേ അഗ്നി ഇന്ന് നിങ്ങളുടെയും എൻ്റെയും അകത്താ ഇരിക്കുന്നത്? ദഹിപ്പിക്കുന്ന അഗ്നി. ഇന്ന് പകൽ ഇവിടെ വന്നിരിക്കുന്നവരും കണ്ടുകൊണ്ടിരിക്കുന്നവരോടും പറയാം, സൗഖ്യമാകാത്ത രോഗമില്ല. ഇന്ന് ഇവിടെ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതത്തിനായി വന്നിരിക്കുന്നവർ, സൃഷ്ടിപ്പിൻ്റെ അത്ഭുതത്തിനായി വന്നിരിക്കുന്നവൻ, ഞാൻ പ്രസംഗിക്കുന്നത് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവനും മരിച്ചതിന് ജീവൻ കൊടുക്കുന്നവനുമായ യേശുവിനെയാണ്. കയ്യിലുള്ള വടി നീട്ടുമ്പോൾ മുമ്പിൽ അസാധ്യമെന്ന് പറഞ്ഞ ചെങ്കടൽ നിൽക്കുന്നു, പിന്നിൽ മിസ്രൈം സൈന്യം വരുന്നു, രക്ഷയില്ല. പക്ഷെ ദൈവം മോശയോട് പറഞ്ഞു, നിന്റെ കയ്യിലിരിക്കുന്ന വടി ഉയർത്തുക, എന്നിട്ട് മുന്നോട്ട് പോകുക. പിളർക്കാൻ കാത്തില്ല. അവർ മുന്നോട്ട് നടക്കുമ്പോൾ ചെങ്കടൽ താനെ പിളർന്നു. മോശ വിചാരിച്ചു തൻ്റെ വടിയുടെ ശക്തിയ. സങ്കീർത്തനക്കാരൻ പറയുന്നു, ദൈവം തൻ്റെ മൂക്കിൻ്റെ ശ്വാസത്താൽ ചെങ്കടലിനെ പിടർത്തി. നിങ്ങൾ ഒരു ചുവട് വെക്കുമ്പോൾ മോളിന്ന് നിങ്ങൾ പോലും അറിയാതെ ഒരു ശ്വാസം വരും. നിങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നുന്ന വഴികൾ, അത് കേൾക്കുമ്പോൾ നല്ല രസമാ, പക്ഷെ അതേ ശക്തി ഇന്ന് നിങ്ങളുടെ അകത്തുണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കും? അടുത്തിരിക്കുന്ന ആളിനെ ഒന്നുകൂടെ തൊട്ട് പറയണം, നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല, നിങ്ങൾ അസാമാന്യ ശക്തി നിങ്ങളുടെ അകത്ത്, അളവറ്റ ശക്തി നിങ്ങളുടെ അകത്ത് ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. യോശുവയും കൂട്ടരും ഹല്ലേലൂയ വരുമ്പോൾ യോർദാൻ കലങ്ങി മറിഞ്ഞ് ഒഴുകുന്നു. യോർദാൻ കലങ്ങി മറിഞ്ഞു. അവർക്ക് അക്കരയ്ക്ക് പോകണം, എന്നാ ചെയ്യണം? പക്ഷെ പെട്ടകവൻ ചുമക്കുന്നവൻ യോർദാനിലേക്ക് കാൽ വെച്ചതേ ഉള്ളൂ. ആ യോർദാൻ കലങ്ങി മറിഞ്ഞ് മുക്കുമെന്ന് പറഞ്ഞ് ആ യോർദാൻ പിൻവാങ്ങി ഓടിപ്പോകുന്നത് കണ്ടു. അത് യോശുവയുടെ ഗുണമല്ല, യോശുവയുടെ കൂടെ ഉള്ള ഞാനാകുന്നവൻ്റെ ഗുണമാണ്. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കും ആ ഞാനാകുന്നവൻ നിങ്ങളിലും എന്നിലും വസിക്കുന്നു? അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ, കലങ്ങി മറിഞ്ഞ് മുക്കി കളയുമെന്ന് പറയുന്ന സ്ഥലത്ത് നിന്റെ ഉള്ളംകാൽ ചവിട്ടുമ്പോൾ അതെല്ലാം പിൻവാങ്ങി പോകുന്നു. മാത്രമല്ല, നീ ഭയപ്പെടുന്ന ഒന്നും നിനക്ക് സംഭവിക്കത്തില്ല. നിനക്കെതിരെയുള്ള ഒരു ആയുധവും നിനക്ക് ഫലിക്കത്തില്ല. നീ തന്നെ അവരെ വിധിക്കും. നിന്റെ
അഗ്നിക്കാലുകളാ, നിന്റെ കണ്ണുകൾ അഗ്നിക്കണ്ണുകളാ. നിന്നിൽ വസിക്കുന്നവൻ ലോകത്തിൽ വസിക്കുന്നവനെക്കാളും വലുതാ. വിശ്വസിക്കുന്നവർ മാത്രം ഈ സമയത്ത് കരങ്ങൾ അടിച്ച് ആത്മാവിൽ പ്രാർത്ഥിച്ചോ. ഈ സമയത്ത് അസാമാന്യമായ ഒരു അഭിഷേകം ഈ ടെന്റിൽ ഇറങ്ങി നിൽക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് പകൽ വ്യാപരിക്കുന്ന അവന്റെ 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 അളവറ്റ ശക്തി നിങ്ങളുടെ ശക്തിയല്ല, നിങ്ങളുടെ പ്രാർത്ഥനയല്ല, നിങ്ങളിൽ ദാനമായി തന്നിരിക്കുന്ന ചിലർ വിശ്വസിച്ച് ആരാധിക്കുമ്പോൾ ഇപ്പോൾ തന്നെ പല യോർദാനുകൾ പിൻവാങ്ങി പോകുന്നത് കാണാം. ചെങ്കടൽ പിളർന്ന് ഉണങ്ങിയ പാത അല്ല, റെഡ് കാർപ്പറ്റ് നിനക്ക് വേണ്ടി. നിന്നെ തള്ളിക്കളഞ്ഞെടുത്ത് ചുവന്ന പരദാനി വിരിച്ച്, റെഡ് കാർപ്പറ്റ് വിരിച്ച് നിന്നെ വെൽക്കം ചെയ്യുന്ന കാലഘട്ടം 2026. പണ്ട് പറയുന്ന കാര്യമല്ല, ഇന്ന് ഇവിടെ നടക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. യേശു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെങ്കിൽ ഇന്ന് പകൽ യേശു ഇന്ന് ഇവിടെ ഇപ്പോഴുണ്ട്. നിറയ്ക്കുന്നവന്റെ നിറവ്. അതാണ് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയത്. അവർ കേട്ട വചനം കൈക്കൊണ്ട വചനം അവർ വിശ്വസിച്ച് ആ വചനം അവർക്ക് വേണ്ടി വ്യാപരിച്ചു. ഞാനൊരു കാര്യം ഒരിക്കൽ വളരെ വളരെ ഉറപ്പിച്ച് ഞാൻ പറയാം. നിങ്ങളുടെ വായിന്ന് പുറപ്പെട്ട വാക്ക് ഒരിക്കൽ ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല എന്ന് നിങ്ങൾ പറഞ്ഞെങ്കിൽ പിന്നീട് ആ വാക്ക് അതിൻ്റെ ക്രിയ ചെയ്യാതെ നിന്നെ ഉയർത്താതെ മടങ്ങി വരത്തില്ല. ഞാൻ രാജ്യങ്ങൾക്ക് വായ്പ കൊടുക്കുമെന്ന് നിങ്ങളുടെ വായിന്ന് പറഞ്ഞെങ്കിൽ തിരുത്തി അതിനെ എങ്ങും പറയരുത്. അങ്ങനെയാണെങ്കിൽ ഐക്യപ്പെട്ട വചനം ആ ക്രിയ ചെയ്യാതെ വരത്തില്ല. ആ വചനം കൊണ്ട് ദൂതന്മാർ ഹല്ലേലൂയ എല്ലാ ദുർഘട മാർഗങ്ങളെ മാറ്റി പുതിയൊരു വഴി ഒരുക്കി നീ പ്രതീക്ഷിക്കാത്ത ഉയരസ്ഥാനങ്ങളിൽ നിന്നെ കൊണ്ട് ഇരുത്തും. ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, അൺയൂഷ്വലായിട്ടുള്ള പ്രമോഷൻ, അൺയൂഷ്വലായിട്ടുള്ള ഉയർച്ച, പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥാനത്തേക്ക് ഉയർച്ച ഇന്ന് ഇവിടെ വിശ്വസിക്കുന്നവരും കാണുന്നവർക്കും ഇന്ന് പകൽ ഇത് വിശ്വസിക്കുന്നവർക്ക് God is going to set you up. നാട്ടുകാർ പറയും സെറ്റിംഗ്, നീ പറയും ഇത് ദൈവമാ. നാട്ടുകാർ പറയും ഇതിനകത്ത് എന്തോ കളിപ്പീരുണ്ട്, നീ പറയും എന്നിലിരിക്കുന്ന പരിശുദ്ധാത്മാവാ. നാട്ടുകാർ പറയും എല്ലാം തട്ടിപ്പാ, നീ പറയും കണ്ണ് കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും ഹൃദയത്തിൽ നിരൂപിക്കാത്തത് നീ കാണാൻ പോകുക. ഞാൻ കണ്ടു കഴിഞ്ഞിരിക്കുക, ഞാൻ എവിടെയാ നിൽക്കുന്നത്. പരിശുദ്ധാത്മാവ് എന്നെ വെളിപ്പെടുത്തിയിരിക്കുക. 21:16-22 ഈ ലേഖനം എഴുതിയ തെർത്തോസ് എന്ന ഞാൻ നിങ്ങളെ കർത്താവിൽ വന്ദനം ചെയ്യും. ഓക്കെ, സോ എഴുതിയ ആളുടെ പേര് അവിടെ എഴുതിയിട്ടുണ്ട്. പൗലോസ് പറഞ്ഞു, പരിശുദ്ധാത്മാവ് പൗലോസിനോട് പറഞ്ഞു, പൗലോസ് തെർത്തോസിനോട് പറഞ്ഞു, അദ്ദേഹം എഴുതി. സോ ഈ ലേഖനത്തിൻ്റെ പ്രത്യേകത ഹല്ലേലൂയ, അറിയാത്ത ജനം, കാണാത്ത ജനം, പൗലോസിനെ അറിയാത്ത ജനം, അപ്പോസ്തലനെന്ന് രേഖപ്പെടുത്താത്ത ജനം, അവർക്ക് വേണ്ടി എഴുതുന്ന ലേഖനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ലേഖനത്തിൻ്റെ തുടക്കം, റോമർക്കെഴുതിയ ലേഖനത്തിൻ്റെ തുടക്കം റോമിലുള്ള വിശുദ്ധന്മാർക്ക് വേണ്ടി എഴുതുന്നു എന്ന് എഴുതിയിട്ടില്ല. ബാക്കി എല്ലാം ലേഖനങ്ങൾ തുടങ്ങുന്നത് എഫെസസിലെ വിശുദ്ധന്മാർ, ഹല്ലേലൂയ, കൊലോസ്യരിലെ വിശുദ്ധന്മാർ. എക്സ്ക്യൂസ് മീ, ഒരു വാക്ക് ഞാൻ വിട്ടുപോയി. അവിടെ ഇങ്ങനെ എഴുതിയിട്ടില്ല. കൊലോസ്യരിൽ പാപം മോചിക്കപ്പെട്ടവർക്ക് വേണ്ടി എഴുതുന്നത്. അടുത്തിരിക്കുന്ന ആളിനോട് പറഞ്ഞാട്ടെ, പഴയതെല്ലാം കഴിഞ്ഞു പോയി, നിങ്ങൾ പുതിയ സൃഷ്ടിയാണ്. ലേഖനങ്ങളിൽ എങ്ങും എഴുതിയിട്ടില്ല പാപം മോചിക്കപ്പെട്ടവർക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന ലേഖനം തുടങ്ങുന്നത് എപ്പോഴും വിശുദ്ധന്മാർക്ക് വേണ്ടി എഴുതുന്ന ലേഖനം. എഫെസസിലുള്ള വിശുദ്ധന്മാർക്ക് വേണ്ടി എഴുതുന്ന ലേഖനം. പക്ഷേ 4-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കും വിശുദ്ധന്മാർ യഥാസ്ഥാനപ്പെടാനുണ്ട്. ദൈവം ഒരിക്കലും നിങ്ങളുടെ പഴയത് ഓർക്കത്തുപോലുമില്ല. നിങ്ങൾ ഓർക്കാതിരുന്നാൽ മതി. ദൈവം ഒരിക്കലും നിങ്ങളെ തള്ളിക്കളയത്തില്ല, നിങ്ങളെ പാപി എന്ന് വിളിക്കത്തില്ല. നിങ്ങളെ വിളിക്കുന്നത് നീതിമാൻ എന്നാണ്. ഹല്ലേലൂയ. നീതിമാൻ പച്ച വച്ച് പുഷ്ടി വെക്കും.
എന്ന് വചനത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങളും ഞാനും പച്ച വെച്ച് പുഷ്ടി വെക്കും. ഹല്ലേലൂയ. യൗവനക്കാരെ എടറി വീരും, എന്നാൽ കർത്താവിനെ കാത്തിരിക്കുന്നവൻ പച്ച വെച്ച് പുഷ്ടി വെച്ച് ഉയരത്തിലേക്ക് ഉയരത്തിലേക്ക് ഉയരത്തിലേക്ക്. ഈ വചനം ഒരു പ്രവചനമായിട്ട് നേടുത്തെങ്കിൽ അത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാവുന്നത്. പച്ച വെച്ച് ദൈവത്തിൻ്റെ പ്രാകാരത്തിൽ വസിക്കുന്നവൻ പച്ച വെച്ചും പുഷ്ടി വെച്ചും പച്ച വെച്ചും പുഷ്ടി വെച്ചും പച്ച വെച്ചും പുഷ്ടി വെച്ചും. They will be prosperous, there will be flourishing. രണ്ട് വാക്കുകൾ പരിശുദ്ധാത്മാ പറയുന്നു. You will flourish, you will prosper, he who dwells in the court of the Lord. അടുത്തിരിക്കുന്ന ആളിനെ ഒന്നുകൂടെ കൈ പിടിച്ച് പറയണം, പ്രായമൊന്നും ആയിട്ടില്ല, പച്ച വെച്ച് പുഷ്ടി വെച്ച് കർത്താവിന് വേണ്ടി ഓടാൻ തയ്യാറായിക്കൊള്ളാൻ. അതുകൊണ്ടാണ് റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7-ാം വാക്യം വരെ പറഞ്ഞ ശേഷം, 1 മുതൽ 7 വരെ പറഞ്ഞ ശേഷമാണ് വന്ദനം പറയുന്നത്. 1 മുതൽ 7 വരെ ഉള്ള പൗലോസ് തന്നെ പ്രത്യക്ഷപ്പെടുത്തുക, അല്ലെങ്കിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. Paulos, born servant of Jesus Christ, called as an apostle, separated for the gospel. വചനത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവൻ. നിങ്ങൾ എന്നെ കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ മറ്റ് അപ്പോസ്തലനെക്കാളും ഡിഗ്രി കുറവൊന്നുമല്ല. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ എന്നെ വേർതിരിച്ചതാണ്. അമ്മയുടെ ഗർഭത്തിൽ തന്നെ വേർതിരിക്കപ്പെട്ടവരാണ് ഇന്ന് ഈ സഭാ യോഗത്തിൽ ഇരിക്കുന്നത്. ഇന്ന് ആദ്യമായി വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അബദ്ധവശാൽ ഇവിടെ വന്നതല്ല. ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തു, അമ്മയുടെ ഗർഭത്തിൽ തന്നെ നിങ്ങളെ വേർതിരിച്ചതാണ്. അങ്ങനെ പൗലോസ് 1-ാം വാക്യം മുതൽ 7-ാം വാക്യം വരെ തൻ്റെ പരിചയപ്പെടുത്തൽ കൊടുത്ത ശേഷമാണ്, ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ടാണ് 1, 2, 3, 7 കഴിഞ്ഞ് 7-ാമത്തെ വാക്യം വരുമ്പോൾ, 7-ാമത്തെ വാക്യം അത് കഴിഞ്ഞിട്ടാണ് തൻ്റെ വന്ദനം പറയുന്നത്. ടു ഓൾ ദ ബിലവഡ്. തൻ്റെ ഇൻട്രൊഡക്ഷൻ. ഞാനൊരു അപ്പോസ്തലനാണ്, അമ്മയുടെ ഗർഭപാത്രം മുതലേ എന്നെ മാറ്റിയതാണ്. അതെ, നിങ്ങൾ എൻ്റെ പാസ്റ്റ് ഹിസ്റ്ററി ചോദിക്കരുത്. ഞാനൊരു പുതിയ സൃഷ്ടിയാണ്, പഴയതെല്ലാം കഴിഞ്ഞു പോയി. പണ്ട് അറിവില്ലായ്മയുടെ കാലത്തിൽ ഞാൻ സഭയെ ഉപദ്രവിച്ചവനാണ്. നിങ്ങളത് എൻ്റെ ആ കഥകളായിരിക്കും പെട്ടെന്ന് കേൾക്കുന്നത്. നിങ്ങൾക്കറിയാവോ, തിന്മയാ കൂടുതൽ വേഗത്തിൽ പോകുന്നത്, നന്മ പതുക്കെയാണ് പോകുന്നത്. ആദാമിൻ്റെ പാപം ഇന്ന് വരെ സ്പീഡിലെത്തിയിരിക്കുന്നത്, പക്ഷേ യേശുവിൻ്റെ നീതീകരണം ഇതുവരെ മനസ്സിനകത്തോട്ട് കയറിയിട്ടില്ല. ചുമ്മാതെയല്ല ഉപദേശിമാർ പാപത്തെക്കുറിച്ച് കൂടുതൽ പറയുന്നത്, നീതിയെക്കുറിച്ച് പറയാത്തത്. അവരുടെ ചെവിയിൽ നീതി എത്തിയിട്ടില്ല. അടുത്തിരിക്കുന്ന ആളിനോട് പറയണം, നിങ്ങൾ പാപിയല്ല, ദൈവത്താൽ നീതീകരിക്കപ്പെട്ടവരാണ്. ഒന്ന് നല്ല ഒച്ചത്തിൽ പറയണം, ഞാൻ ദൈവത്തിൻ്റെ നീതിയാ. നല്ല ഒച്ചത്തിൽ, ഞാൻ ദൈവത്തിൻ്റെ. അത് പോരാ. നല്ല ഹൃദയത്തിൽ വിശ്വസിച്ച്, ഹൃദയത്തിൽ നീതിക്കായി വിശ്വസിക്കുകയും വായിക്കൊണ്ട് ഏറ്റുപറയുന്നവന്റെ അവസ്ഥ മാറും. നല്ല ഒച്ചത്തിൽ പറയണം, ഞാൻ ദൈവത്തിൻ്റെ നീതിയാ. അതുപോരാ, സ്വർഗവിരുന്നൻ്റെ സ്റ്റൈലല്ല അത്. നല്ല ഒച്ചത്തിൽ ഉറച്ച് രാവിലെ വീട്ടിൽ എഴുന്നേറ്റ് കഴിഞ്ഞ് പല്ല് തേക്കുമ്പോൾ ആ കണ്ണാടിയെ നോക്കിക്കൊണ്ട് പറയണം, ദൈവത്തിൻ്റെ നീതിയാ പല്ല് തേച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ നീതിയാന്ന് പറഞ്ഞാൽ എന്താ? ഏത് സമയത്തും കൃപസിംഹാസനത്തിൽ പോകാൻ തക്കവണ്ണമുള്ള സ്വാതന്ത്ര്യം, അബ്ബാ പിതാവേ എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം. ഈ നീതി എൻ്റെ പ്രാർത്ഥന കാരണമോ നല്ല പ്രവൃത്തി കാരണം കിട്ടിയതല്ല, ദൈവത്തിൻ്റെ ദാനമായതുകൊണ്ട് എനിക്ക് അതിധൈര്യത്തോടെ അബ്ബാ എന്ന് വിളിക്കാം. ഹല്ലേലൂയ. ഒന്നുകൂടെ 3-4 പേരെ തൊട്ട് പറയണം, നിങ്ങൾ ദൈവത്തിൻ്റെ നീതിയാ. പാപം എവിടെയോ അടക്കപ്പെട്ടു പോയി. സ്നാനത്തിൽ എത്ര പേര് ഇവിടെ സ്നാനപ്പെട്ടവരുണ്ട്? ഹല്ലേലൂയ. സ്നാനപ്പെട്ടവർ എത്ര പേരുണ്ട്? നിങ്ങൾ മരിച്ചുപോയി. പഴയ ആൾ മരിച്ചുപോയി. നിങ്ങളോട് കൂടെ നിങ്ങളുടെ പാപവും അടക്കപ്പെട്ടു. ഉയർത്തെഴുന്നേറ്റത് നീതിയാ. അപ്പോൾ നിങ്ങൾ പറയും, ചിലരുടെ സ്വഭാവം ഇതുവരെ മാറിയിട്ടില്ല. സ്വഭാവം മാറിയിട്ടില്ല, പക്ഷെ ഒറിജിനൽ ദൈവത്തിൻ്റെ നീതിയാണ്. ചുമ്മാതെയല്ല. പാപം മോചിക്കപ്പെട്ടവർക്കല്ല ലേഖനം, നീതിക്കപ്പെട്ട വിശുദ്ധന്മാർക്കല്ല ലേഖനം. പറഞ്ഞാട്ടെ, ഞാൻ ദൈവത്തിൻ്റെ വിശുദ്ധനാണ്. കൈ വെച്ച് നല്ല ഒച്ചത്തിൽ പറയണേ, ഞാൻ വിശുദ്ധനാണ്. അടുത്തിരിക്കുന്ന ആളിനെ തൊട്ട് പറയണേ, കണ്ട തോന്നത്തില്ലെങ്കിലും ഞാൻ വിശുദ്ധനാണ്.
കുറച്ചുകൂടെ ഞാൻ നന്നാകാനുണ്ട്. എന്നാലും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ വിശ്വസ്തനാണ്. ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ കുറച്ചുകൂടെ നന്നാകാനുണ്ട്. എന്നാലും ദൈവം എന്നെ വിശുദ്ധൻ എന്നാ വിളിക്കുന്നത്. കാരണം തൻ്റെ സ്വന്തം പുത്രൻ്റെ രക്തത്താൽ പൊന്നോ വെള്ളിയോ കൊണ്ടല്ല, തൻ്റെ സ്വന്തം പുത്രനായ യേശുവിൻ്റെ രക്തത്താൽ എന്നെ വീണ്ടെടുത്തത് കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ നീതിയാ, ദൈവത്തിൻ്റെ ശുദ്ധീകരണമാ, ഞാൻ ഒരു വിശുദ്ധനാ. നടക്കുവാണെ പൗലോസ് പോലെ നടക്കണം, എഴുതുവാണെ പൗലോസ് പോലെ എഴുതണം. അകത്ത് പഴയ ചരിത്രം കിടപ്പുണ്ടെങ്കിലും എഴുതുമ്പോൾ പറയും ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. പഴയത് ചോദിക്കുമ്പോൾ പറയും എനിക്കറിയത്തില്ല. ആ പൗലോസ് ക്രിസ്തുവിനോട് കൂടെ അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് പഴയതെല്ലാം കഴിഞ്ഞു പോയി. അടുത്തിരിക്കുന്ന ആളിനെ തൊട്ട് പറയണം പഴയതെല്ലാം കഴിഞ്ഞു പോയി. ആ പഴയ വർത്താനം നിർത്തിക്കേ, പഴയ സ്വഭാവം നിർത്തിക്കേ, പഴയ നടപ്പ് നിർത്തിക്കേ. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും പരിശുദ്ധാത്മാവിൻ്റെ ചലിക്കുന്ന മഹത്വമാ. നീ നോക്കുമ്പോൾ മഹത്വം, തൊട്ടാൽ മഹത്വം. എന്നാൽ അവിടുന്ന് 2, 3, 4 അധ്യായം താൻ ആരംഭിക്കാൻ പോകുവാണ് അബ്രഹാമിനെ കുറിച്ച്. വായിച്ചേ, അബ്രഹാം 4 അധ്യായം 1 വാക്യം. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ പൂർവ്വ പിതാവായ അബ്രഹാം ജഡപ്രകാരം എന്തു പ്രാപിച്ചു എന്ന് പറയും. ജഡപ്രകാരം എന്ത് പ്രാപിച്ചു എന്ന് നമ്മൾ പറയണം. അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടു. പ്രവൃത്തിയാൽ അബ്രഹാം നീതീകരിക്കപ്പെട്ടുവെങ്കിൽ, അതെ. 4 അധ്യായത്തിന്റെ സാരാംശം ഞാൻ പറയാം. ആർക്കും പ്രശംസിക്കാൻ ഒന്നുമില്ല. യഹൂദനെങ്ങാനും പറയാണ് ഞാൻ അബ്രഹാമിന്റെ സന്തതി, ഞാൻ യഹൂദനാണ്. ദൈവം അവൻ്റെ തോളെ തട്ടി പറയും മൈ ഡിയർ ജൂ, ഹി വാസ് എ ജെന്റൈൽ, ഐ മെയ്ഡ് ഹിം എ ജൂ. അവൻ ജാതിയായിരുന്നു, ഞാൻ അവനെ യഹൂദനാക്കിയത്. അവൻ ന്യായപ്രമാണം ഇല്ലാത്തവനായിരുന്നു, ഞാനാണ് അവന് ന്യായപ്രമാണത്തിനുള്ള നിനക്കും അനുഗ്രഹം കിട്ടാൻ ദാനമായി തന്നത്. ഞാനിന്ന് രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു, അബ്രഹാം ദൈവത്തോട് പോയി പറഞ്ഞാണ് ഈ 100-ാം വയസ്സിൽ വേണോ എന്നെ ഇറക്കാൻ. നേരത്തെ 30-ാം വയസ്സിൽ എന്നെ ഇറക്കുമായിരുന്നെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്തെന്ന്. നിങ്ങളിൽ ചിലർ പറയുന്നുണ്ടായിരിക്കും ആ ചെറുപ്പത്തിൽ, ആ 20 വയസ്സിൽ ഈ പരിജ്ഞാനം ഉണ്ടായിരുന്ന എന്ത് ചെയ്താന്ന്. ഒന്നും ചെയ്യത്തില്ലായിരുന്നു. ഹല്ലേലൂയ. 21-ാം വയസ്സിൽ എങ്ങാനും നിങ്ങളെ വിളിച്ച് എങ്ങാനും തങ്കു ബ്രദറിനെ വിളിക്കുകയായിരുന്നെങ്കിൽ തങ്കു ബ്രദർ പറഞ്ഞായിരുന്നു എൻ്റെ പ്രാർത്ഥന, എൻ്റെ അഭിഷേകം, എൻ്റെ ശക്തി കൊണ്ട് ആണ് ഇതെല്ലാം നടന്നത്. പക്ഷേ ഒരു പ്രായം കഴിയുമ്പോൾ പറയും അവൻ്റെ ശക്തി എൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരാനായിട്ട് തന്നെയാണ് ഹല്ലേലൂയ നിന്നെ വിളിച്ചത്. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും പറയാം, ഇന്ന് പകൽ പുതിയ അഭിഷേകത്തോടെയാണ് ഇറങ്ങിപ്പോകാൻ പോകുന്നത്. എന്തുകൊണ്ട്? നിങ്ങൾ പറയും ഇത് നേരത്തെ ആകാൻ മേലായിരുന്നോ, നേരത്തെ ആകാമെന്ന് നീ പ്രശംസിച്ചായിരുന്നേ. ഇനിയും നടക്കാൻ പോകുന്നത്, നിന്റെ ജീവിതത്തിൽ നീ നടക്കാൻ പോകുന്നത് നീ കണ്ടുകൊണ്ട് പറയും ഇത് കർത്താവിനാൽ മാത്രമേ സംഭവിക്കത്തുള്ളൂ, എൻ്റെ ഗുണം കൊണ്ടല്ല ഇത് നടന്നത്. സോ അബ്രഹാം നീതീകരിക്കപ്പെട്ടത് ജഡത്തിന്റെ പ്രവൃത്തി കൊണ്ടായിരുന്നെങ്കിൽ തനിക്ക് എന്തെങ്കിലും പ്രശംസിക്കാൻ ഉണ്ടായിരുന്നു. താഴോട്ട് വായിക്കാം, പെട്ടെന്ന് വായിക്കാം. ദൈവസന്നിധിയിൽ ഇല്ലാതാനും. തിരുവഴുത്ത് എന്തു പറയുന്നു? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു. നല്ല ഒച്ചത്തിൽ എല്ലാവരും പറയണം, ദൈവത്തെ വിശ്വസിച്ചു. അത് നീതിയായി, അത് അവന് നീതിയായി കണക്കിട്ടു, ക്രെഡിറ്റ് ചെയ്തു. അവന് കൂലിയല്ല കിട്ടിയത്, അവന് വാഗ്ദത്തമാണ് കിട്ടിയത്. രാവിലെ 9 മുതൽ 5 വരെ ജോലി ചെയ്യുന്ന ഒരാൾക്ക് 1000 രൂപ പറഞ്ഞ് നിങ്ങൾ എടുത്തെങ്കിൽ വൈകുന്നേരം 1000 രൂപ അയക്ക് കൊടുക്കുമ്പോൾ അയക്ക് കിട്ടുന്നത് കൂലിയാണ്. എന്നാൽ രാവിലെ 9 മണിക്ക് വന്നിട്ട് ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ 1000 രൂപ നിങ്ങൾ കൊടുക്കുമ്പോൾ ഹല്ലേലൂയ, അത് കൂലിയല്ല, അത് ദൈവത്തിൻ്റെ ദാനമാണ്. അതുപോലെ തന്നെ വചനം പറയാണ്, അബ്രഹാമിന് ദൈവം നീതിയായി കൊടുത്തത് അബ്രഹാം വിശ്വസിച്ചത് കൊണ്ട് മാത്രമാണ്. ഞാൻ ഇന്ന് പറയട്ടെ, വിശ്വസിക്കുന്നവരാണ് ദൈവത്തിൻ്റെ മഹത്വം കാണുന്നത്.
ലാസർ മരിച്ചു കിടക്കുമ്പോൾ യേശു പറഞ്ഞു, നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, ഞാൻ അതിൻ്റെ അർത്ഥം കൂടെ പറയാം. ചീഞ്ഞ് നാറിക്കിടക്കുന്നത് പോലും അത് പുനരുത്ഥാന ശക്തിയോടെ എഴുന്നേറ്റ് വരും. വിശ്വസിച്ചാൽ മാത്രം മതി. 4-ാം വാക്യം വായിച്ചു പെട്ടെന്ന്. എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി പ്രവർത്തിക്കുന്നത് കൂലിക്ക് കണക്കിടുന്നത് പക്ഷേ കൃപയായിട്ടല്ല കടമില്ലാത്ത കണക്കിലില്ലാത്തത് കണക്കിൽ വന്നു. നല്ല ഒച്ചത്തിൽ ഞാൻ വീണ്ടും പറയാം, കണക്കിലില്ലാത്തത് കണക്കിൽ വന്നു. അക്കൗണ്ടിൽ ഇല്ലാത്തത് ക്രെഡിറ്റഡായി. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇത്രയും നാളുകൾ നിങ്ങൾ യേശുവിന് വേണ്ടി ഒന്നും പ്രതീക്ഷിക്കാതെ വിശ്വസതയോടെ നിന്നു. ഇന്ന് പകൽ ഒരു പുതിയ ആരംഭത്തിന് വേണ്ടി തയ്യാറായിക്കോ. കണക്കിലില്ലാത്തത് കണക്കിൽ പെടുത്തും. മറന്നു കളയുന്നവനല്ല എൻ്റെ കർത്താവ്. കണക്കിലില്ലാത്തത് നീ വിചാരിക്കും മറന്നുപോയെന്ന്. മറക്കാത്തവൻ, തലമുറകളെ മറക്കാത്തവൻ, തലമുറകളെ ജനിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് പോലും കണക്കില്ലാത്ത അനുഗ്രഹം കൊടുക്കുന്നവൻ. ആ നാമമൊന്ന് ആർത്തു വിളിച്ച് കണക്കില്ലാത്തവന് കണക്കിൽ പെടുത്തി ഇരുന്നു. കണക്കിലില്ലാത്ത കണക്കിൽ പെടുത്തി. ഹല്ലേലൂയ. ചില ബാങ്ക് അക്കൗണ്ടുകളിൽ വെറും ക്രെഡിറ്റഡ് എന്ന് വരുമ്പോൾ നിങ്ങൾ ആശ്ചര്യപ്പെട്ടു പോകും. ഇതെവിടുന്ന വന്നത്? ഇന്ന് പകൽ അതുപോലത്തെ തന്നെ ക്രെഡിറ്റ് ആകാൻ പോകുക. എന്തിനാന്ന് ഞാൻ പറയാം. വിശ്വസിച്ചത് കൊണ്ട് മാത്രം, വിശ്വസിച്ചത് കൊണ്ട് ഹൃദയത്തിന് ഇടുക്കം മാറണം. കൊടുക്കാൻ പഠിക്കണം. കൊടുക്കണം പഠിക്കും തോറും ഇടുക്കം മാറും. ഇടുക്കം മാറും തോറും ക്രെഡിറ്റ് കൂടിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് വായിക്കാം. പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. അഭക്തനെ നീതിയാക്കുന്ന ദൈവം. നമ്മൾ പലരെയും തള്ളിക്കറയും, നമ്മൾ പലരെയും പറയും, അവൻ അഭക്തനാണ്, അവൻ ഗുണമില്ലാത്തവനാണ്. പക്ഷേ രഹസ്യത്തിൽ ഓർത്തോണം, അവൻ വിശ്വസിച്ചാൽ ദൈവം അവനെ നീതീകരിക്കാൻ തയ്യാറാണ്. നമ്മൾ പലർക്കും മാർക്കിടാറുണ്ട്. പക്ഷേ മാർക്കിടിൽ നിർത്തിക്കോ, നിങ്ങൾ ദൈവമല്ല, ദൈവം മാർക്കിട്ടോട്ടെ. ഹല്ലേലൂയ. നമ്മൾ അറിയാത്ത ഒരൊറ്റ സെക്കൻഡ് മതി. മാനസാന്തരപ്പെട്ടാൽ പഴയതിനേക്കാളും ഇരട്ടി ശക്തിയോടെ ദൈവം നിങ്ങളെ ഉപയോഗിക്കും. ബി കണക്റ്റഡ് വിത്ത് ഗോഡ്. 6-ാമത്തെ വാക്യം വായിച്ചേ. ദൈവം പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്ന മനുഷ്യന്റെ ഭാഗ്യം ദാവീദും വർണ്ണിക്കുകയാണ്. അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. തന്റെ പ്രവൃത്തി കൊണ്ടല്ല, താൻ വിശ്വസിച്ചതുകൊണ്ട് തന്റെ എല്ലാ കാര്യങ്ങളും ദൈവം മറച്ചു വെച്ചു. വായിച്ചു, താഴോട്ട് വായിച്ചു. ഈ ഭാഗ്യവർണ്ണനം പരിച്ഛേദനയ്ക്കോ അഗ്രചർമ്മത്തിന് കൂടെയോ അബ്രഹാമിന് വിശ്വാസം നീതിയായി കണക്കിട്ടു എന്ന് പറയുന്നു. എങ്ങനെ കണക്കിട്ടത്? പരിച്ഛേദനയിലോ അഗ്രചർമ്മത്തിലോ? പരിച്ഛേദനയിലല്ല. റോമർക്കെഴുതിയ ലേഖനത്തിന്റെ പ്രത്യേകതയും കൂടെ ഞാൻ പറയാം. ചോദ്യം ചോദിച്ച് മറുപടി പറയുക. ഏറ്റവും കൂടുതൽ ചോദ്യം അങ്ങോട്ട് ചോദിച്ച് അതിന്റെ മറുപടിയും കൂടെ പറയുക, അവരുടെ വായ് മിണ്ടാതാക്കാൻ. ഹല്ലേലൂയ. കാര്യം ഈ റോമ സഭ എന്ന് പറയുന്നത് കുറച്ച് VIP-കളുള്ള സഭയാണ്. പട്ടണം വലിയൊരു സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനത്തിരിക്കുന്ന സഭയാണ്. സോ അവരെ കൺവിൻസ് ചെയ്യണമെങ്കിൽ അങ്ങോട്ട് ചോദ്യം ചോദിക്കണം, അതിന് മറുപടിയും കൂടെ പറയണം. സോ അവരോട് പറയാണ്, ദെൻ വാട്ട് അക്കൗണ്ട്? അബ്രഹാമിനെ ദൈവം എങ്ങനെ നീതീകരിച്ചു? അവനെ പരിച്ഛേദന ചെയ്തിട്ടോ? വായിച്ചു. അഗ്രചർമ്മത്തിലോ? പരിച്ഛേദനയിലല്ല അഗ്രചർമ്മത്തിലത്ര എന്ന് പറഞ്ഞാൽ അവിടുത്തെ യഹൂദന്മാരോട് പറയാണ്, നീ അബ്രഹാമിനെ പിതാവ് എന്ന് വിളിക്കുന്നു, അബ്രഹാമിൻ്റെ അനുഗ്രഹം എൻ്റെ മേൽ ഉണ്ട് എന്ന് നിങ്ങൾ പറയുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, ദൈവം വാഗ്ദത്തം കൊടുത്തത് പരിച്ഛേദനയ്ക്ക് മുമ്പെയാ എന്ന് പറഞ്ഞാൽ യഹൂദന് മാത്രമല്ല എല്ലാവർക്കും വേണ്ടി ആ അനുഗ്രഹം വന്നു കഴിഞ്ഞിരിക്കുക.
ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താട്ട്. എത്ര പേര് ദൈവത്തിൻ്റെ പരിജ്ഞാനം, ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാൻ, ആദിയിൽ തന്നെ അന്ത്യം, ചോദ്യങ്ങൾ വരുന്ന മുമ്പേ മറുപടി തരുന്നവൻ. ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ ചോദ്യം വരുന്ന മുമ്പേ ഓർത്തോണം, ആദിയിൽ തന്നെ നല്ലതെല്ലാം ഒരുക്കിയിട്ട് ഇങ്ങോട്ട് വരുത്തിയിരിക്കുന്നു. അടുത്തിരിക്കുന്ന ആളിനോട് പറഞ്ഞേറെ ചോദ്യങ്ങളെല്ലാം നിർത്തിക്കോ, മറുപടി മാത്രം കണ്ടാൽ മതി. സോ അവരോട് അവിടെ ചില യഹൂദന്മാർ ഒരു ജാതിയുടെ കൂടെ ഇരിക്കും. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, കനാന്യ സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ യേശു പറഞ്ഞു, അതെ മക്കൾക്കുള്ളത് അപ്പം, അതെ നായ്ക്കൾക്കുള്ളതല്ല. ഒരു യഹൂദൻ ജാതിയുടെ കൂടെ എങ്ങാനും ഭക്ഷണം കഴിക്കാൻ ഇരുത്തി അവൻ പ്ലേറ്റ് പൊട്ടിച്ച് ദൂരോട്ട് കളഞ്ഞിട്ട് ഇറങ്ങിപ്പോവും അവിടുന്ന്. അത്രയ്ക്ക് അത് അവിടെ ഐത്തമുണ്ടായിരുന്നു. പക്ഷേ ആ ഐത്തത്തിൻ്റെ ഇടയിൽ പൗലോസ് അവരോട് പറയാണ്, നീ വിളിക്കുന്ന എബ്രഹാം പിതാവാണെങ്കിൽ ആ അബ്രഹാം ജാതികളുടെയും കൂടെ പിതാവാണ്. കാരണം അഗ്രചർമ്മത്തിൻ്റെ മുമ്പേ ആണ് വാഗ്ദത്തങ്ങൾ എല്ലാം കിട്ടിയത്. അബ്രഹാമിൻ്റെ മുഴുവൻ വാഗ്ദത്തങ്ങളും ക്രിസ്തു മുഖാന്തരം ഇന്ന് സഭയ്ക്ക് ദൈവം തന്നുവെങ്കിൽ ഒരു സംശയവും വേണ്ട. വാലല്ല തലയാകും, ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. നീ വായ്പ വാങ്ങത്തില്ല, വായ്പ കൊടുക്കും. രാജ്യങ്ങൾ നിന്നെ ഉയർത്തും. എൻ്റെ പേർ, ദൈവത്തിൻ്റെ പേർ നിന്റെ മേൽ വിളിക്കപ്പെട്ടു എന്ന രാജ്യങ്ങൾ കണ്ട് നിന്നെ ഭയപ്പെടും എന്ന് പറഞ്ഞാൽ, കാണുന്ന നിലയിൽ 2026 സ്വർഗ്ഗീയ വരുന്ന സഭയെ ദൈവവുമായിട്ട് കണക്റ്റഡ് ആയാൽ നിന്റെ പേര് വലുതാക്കുന്നു മാത്രമല്ല, നിന്റെ പേര് ദൈവത്തിൻ്റെ പേരിന്റെ കൂടെ ചേർക്കപ്പെട്ടതിനാൽ രാജ്യങ്ങൾ കണ്ട്, നാട്ടുകാർ കണ്ട്, നിന്നെ തള്ളിക്കളഞ്ഞ ബന്ധക്കാർ കണ്ട്, നിന്റെ ശത്രു കണ്ട് ഭയപ്പെടും. ഞാനൊരു കാഴ്ച കാണുകയാണ്. യഹൂദ ഗോത്രത്തിലെ സിംഹം, ഹല്ലേലൂയ, ഇന്ന് ഈ ഓഡിറ്റോറിയത്തിൽ ആരെന്നിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ I will roar, but who can stop? അവൻ പ്രവർത്തിക്കും, ആരെന്നെ തടുക്കുമെന്ന് പറഞ്ഞ് ഇന്ന് പകൽ ഈ ഓഡിറ്റോറിയത്തിൽ നിൽക്കുന്ന ഓരോരുത്തരോടും പറയാം, വിശ്വസിച്ചത് യേശുവിനെയാ, മർമ്മം യേശുവാ, രക്ഷ യേശുവാ, നീതി യേശുവാ. ആ യേശു യഹൂദ ഗോത്രത്തിലെ ഞാൻ കേൾക്കുന്നതേ കേട്ടെന്ന് പറയത്തുള്ളൂ, കാണുന്നതേ പറയത്തുള്ളൂ. ഞാനൊരു അപൂർവ കാഴ്ചയെ കാണുന്നത്. ഒരു സിംഹം, ഹല്ലേലൂയ, യഹൂദ ഗോത്രത്തിലെ സിംഹം. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഞാൻ നിന്റെ മുന്നേ പോയി, നിന്നെ നിന്ദിച്ചവരുടെ മുമ്പിൽ, നിന്നെ താഴ്ത്തിയവരുടെ മുമ്പിൽ എൻ്റെ പേരിൽ നീ വിളിക്കപ്പെട്ടെന്ന് തിരിച്ചറിയുന്ന നിലയിൽ, നീ പൊട്ടന്മാരുടെ കൂടെ പോയെന്ന് പറഞ്ഞെങ്കിൽ അവരെ കൊണ്ട് തന്നെ നന്നായി എന്ന് പറയുന്ന കാലഘട്ടം 2026. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കണ്ണിലെ കാഴ്ച മങ്ങിക്കൊണ്ടിരിക്കുന്ന ആരോ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. ആ കാഴ്ച പരിപൂർണമായി റിസ്റ്റോർ ആകുക. വായിച്ചു അതിൻ്റെ 9ാമത്തെ വാക്യം വായിച്ചു. ഈ ഭാഗ്യവർണ്ണനം പരിച്ഛേദനയ്ക്കോ, ഇത് ഭാഗ്യവർണ്ണനം, ദ ബ്ലെസ്സഡ്നെസ്, പരിച്ഛേദനയ്ക്കോ അഗ്രചർമ്മത്തിന് കൂടെയോ അബ്രഹാമിന്റെ വിശ്വാസം നീതിയായി കണക്കിട്ടു എന്നല്ലോ പറയുന്നത്. അതെ, ഈ അനുഗ്രഹം പറഞ്ഞിട്ട് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാ. ഈ അനുഗ്രഹം പരിച്ഛേദനക്കാർക്കോ അതോ അഗ്രചർമ്മികൾക്കോ എന്ന് പറഞ്ഞാൽ യഹൂദനോ ജാതിക്കോ? എന്റെ മറുപടിയും കൂടെ പറയാ, പരിച്ഛേദനയിലല്ല, അഗ്രചർമ്മത്തിനത്രേ. ദൈവത്തിന് നീതി, ദൈവത്തിൽ വിശ്വസിക്കുന്നവന്. അതാണ് യെശയ്യാ 26:3 പറയുന്നത്, സ്ഥിര മാനസന്, ദൈവത്തിൽ മനസ്സ് വച്ചിരിക്കുന്നവന് സമാധാനം. ഷാലോം. താഴോട്ട് പെട്ടെന്ന് വായിക്കാം, പെട്ടെന്ന്. അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസ നീതിക്ക് മുദ്രയായി പരിച്ഛേദന എന്ന അടയാളം അവന് ലഭിച്ചത് അഗ്രചർമ്മത്തോടെ വിശ്വസിക്കുന്നവർക്കും കൂടെ നീതി കണക്കിടുക എന്ന് പറഞ്ഞാൽ മോശ വരുന്ന മുമ്പേ
അബ്രഹാം ആയി കഴിഞ്ഞു. ന്യായപ്രമാണം വരുന്ന മുമ്പേ അബ്രഹാം വന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. ഒന്ന് ഒച്ചത്തിൽ പറയണം, അബ്രഹാമിൻ്റെ മുഴുവൻ വാഗ്ദത്തങ്ങളും ക്രിസ്തു മുഖാന്തരം എൻ്റെ മേലുണ്ട്. ക്രിസ്തു എവിടെ ഉണ്ടെന്നൊന്ന് കാണിച്ചു തരാമോ? ക്രിസ്തു നിങ്ങളിലുണ്ട്. അങ്ങനെയാണെങ്കിൽ അനുഗ്രഹവും നിങ്ങളുടെ അകത്തിരിപ്പുണ്ട്. ഒരു തലമുറയുടെ അനുഗ്രഹമല്ല, തലമുറകളുടെ അനുഗ്രഹം. എങ്ങനെ കണക്കിട്ടത്? പരിശോധനയിലോ അഗ്രചർമ്മത്തിലോ? പരിശോധനയിലല്ല, അഗ്രചർമ്മത്തിൽ. അത്ര അഗ്രചർമ്മം എന്ന് വെച്ചാൽ അവിടെ തെളിയിക്കുകയാണ് ഈ അനുഗ്രഹം, വാഗ്ദത്തം നിങ്ങൾക്കും എനിക്കും വേണ്ടിയും കൂടെയാണ്. ആർക്കും പ്രശംസിക്കാൻ പറ്റത്തില്ല. യഹൂദനും പ്രശംസിക്കാൻ മേല, യവനനും പ്രശംസിക്കാൻ മേല, ജാതികൾക്ക് പ്രശംസിക്കാൻ മേല, വിശ്വസിക്കുന്നവന് പ്രശംസിക്കാം. ദൈവവചനം വായിക്കുമ്പോൾ ആരാ മക്കളെന്ന് വ്യക്തമായി അറിയാം. ക്രിസ്തു യേശുവിൽ വിശ്വസിക്കുന്നവരാണ് ദൈവത്തിൻ്റെ മക്കളും. ഇവിടെ ദൈവത്തിൻ്റെ മക്കളും യേശുവിൻ്റെ കൂട്ടവകാശികളും ഉണ്ടെങ്കിൽ നല്ല ഒച്ചത്തിൽ ആമേനൊന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. അവകാശിയ, നീതിയുടെ അവകാശിയ, പാപമോചനത്തിൻ്റെ അവകാശിയ, സ്വർഗത്തിൻ്റെ അവകാശിയ, സൗഖ്യത്തിൻ്റെ അവകാശിയ, സമൃദ്ധിയുടെ അവകാശിയ, നന്മയുടെ അവകാശിയ, ഉയർച്ചയുടെ അവകാശിയ. ആ അവകാശമുള്ളവർ ആർത്ത് വിളിച്ച് ഹല്ലേലൂയ എന്ന സ്തോത്രത്തോടെ അവകാശിയ നല്ല ഒച്ചത്തിൽ പറഞ്ഞ അവകാശിയ. അതിന് ഞാൻ യോഗ്യനും കൂടെയാണ്. അടുത്തിരിക്കുന്ന ആളിനെ തൊട്ട് പറഞ്ഞത്, കണ്ടാൽ അയോഗ്യനായിരിക്കും, പക്ഷേ ദൈവം എന്നെ യോഗ്യനാക്കിയതാണ്. ഹല്ലേലൂയ. കണ്ടാൽ അയോഗ്യനായിട്ട് തോന്നേക്കാം. കാണുമ്പോൾ ചിലപ്പോൾ രാവിലെ കണ്ണാടിയിൽ നിങ്ങൾ ചീപ്പ് വെച്ച് തലമുടിയൊക്കെ ചെയ്യുമ്പോൾ ചില തലമുടിയൊക്കെ പൊഴിഞ്ഞു പോയി, പഴയ പോലെ സൗന്ദര്യമില്ല എന്നൊക്കെ വിചാരിച്ച് നിങ്ങളെ തന്നെ സംശയിക്കുമ്പോൾ സംശയിക്കേണ്ട, നിങ്ങൾ ദൈവത്തിൻ്റെ നീതിയാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ. ഞാൻ അടിവരായിട്ട് പരിശുദ്ധാത്മാവ് പറയുന്നത് ഞാൻ കേട്ടുകൊണ്ട് പറയുകയാണ്, ഇതുവരെ നിങ്ങൾ അനുഗ്രഹം കണ്ടിട്ടില്ല, രുചിച്ചിട്ടില്ല. എന്നാൽ 2026 കർത്താവുമായിട്ട് കണക്റ്റഡ് ഉള്ളവർ നിങ്ങൾ രുചിച്ചറിയും ഈ അനുഗ്രഹത്തിൻ്റെ പരിപൂർണത. എൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ പോകും, എൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ വരും. പുറപ്പാട് 33:14 മൈ പ്രസൻസ് വിൽ ഗോ വിത്ത് യു. എൻ്റെ സാന്നിധ്യം നിന്റെ കൂടെ കാണും. ഞാൻ നിനക്ക് സ്വസ്ഥത തരും. സ്വസ്ഥത എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ശബ്ബത്ത് എന്ന് പറഞ്ഞാൽ സ്വസ്ഥത, റെസ്റ്റ്. 2026 യേശു സാന്നിധ്യം തരാം എന്നല്ല പറഞ്ഞത്, ഞാൻ തന്നെ നിങ്ങളുടെ കൂടെ നടക്കും. നീ സ്വസ്ഥനായിരിക്കും. മക്കളെ കുറിച്ചുള്ള സ്വസ്ഥത, സാമ്പത്തികമായ സ്വസ്ഥത, ജീവിതത്തിൽ എവിടെയൊക്കെയാണോ ഇതുവരെയും കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന അവിടെയെല്ലാം സ്വസ്ഥതയോടെ സമാധാനത്തിൻ്റെ, സമൃദ്ധിയുടെ, അനുഗ്രഹത്തിൻ്റെ, ഉയർച്ചയുടെ I will be your shield, I will be your power, I will be your strength, I will give you power. വായിച്ചു. പരിച്ഛേദന മാത്രമുള്ളവരല്ല, നമ്മുടെ പിതാവായ അബ്രഹാമിന് അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസത്തെ അനുഗമിക്കുന്നവൻ പരിച്ഛേദനക്കാർക്കും പിതാവായിരിക്കേണ്ടതിന് തന്നെ. അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ ചോദ്യമൊന്നുമില്ല. അതേ വിശ്വാസമുള്ളവർക്ക് ഈ അനുഗ്രഹം എല്ലാം ഉണ്ട്. താഴെ വായിക്കുമ്പോൾ അവിടെ ഇത് എങ്ങനെ എഴുതിയിരിക്കുന്നത്? ലോകത്തിന്റെ അവകാശി അവനായി. ലോകാവകാശി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല. ഇംഗ്ലീഷിൽ യു വിൽ ബി ദ എയർ ഓഫ് ദ വേൾഡ്. ലോകത്തിന്റെ അവകാശി. നല്ല ഒച്ചത്തിൽ പറഞ്ഞ ലോകത്തിന്റെ അവകാശി. 1-2 സെന്റിന്റെ അവകാശിയല്ല, ലോകത്തിന്റെ നല്ല ഒച്ചത്തിൽ പറഞ്ഞ ലോകത്തിലെ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഈ വചനം എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ താക്കോലുകൾ കൈമാറുന്ന വർഷമാണ്. നിങ്ങളുടെ കയ്യിൽ വീടിന്റെ താക്കോലുകൾ വേണ്ടിയവർ പിടിച്ചെടുത്തോണം. താക്കോലുകൾ, വീടിടാത്തവർക്ക് വീട്, സ്വന്തമായ താക്കോലുകൾ ലോകാവകാശി വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാ.
ഹല്ലേലൂയ. ആ സന്തോഷത്തോടെ കരങ്ങൾ അടിച്ച് ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിച്ചു. ചിലത് പുതിയത്, ന്യൂ ബിഗിനിങ്സ്, ന്യൂ അനോയിന്റിംഗ്, ന്യൂ ഫേവർ, അൺയൂഷ്വൽ അനോയിന്റിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്, അൺയൂഷ്വൽ ഹെൽത്ത് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇരുന്നു. തുടങ്ങിയിട്ടേ ഉള്ളൂ. മെസ്സേജ് തുടങ്ങിയിട്ടില്ല. വായിച്ചു. വചനം വായിക്കുന്നേ ഉള്ളൂ, മെസ്സേജ് തുടങ്ങിയിട്ടില്ല. ലോകാവകാശിയാകും എന്നുള്ള വാഗ്ദത്തം അബ്രഹാമിനോ അവന്റെ സന്തതിക്കോ ന്യായപ്രമാണത്താൽ കൽപ്പനകളാലല്ല കിട്ടിയത്, വിശ്വാസത്താൽ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് കേട്ടത് മുഴുവൻ നിങ്ങളുടെ ജീവിതത്തിൽ നിവർത്തിക്കും. അത് നിങ്ങളുടെ പ്രാർത്ഥന കാരണമല്ല. കൽപ്പനകൾ മുഴുവൻ ഞാൻ അനുസരിച്ച് ഞാൻ വിശുദ്ധനാന്ന് പറയുന്നവർക്ക് വേണ്ടിയല്ല, വിശ്വസിക്കുന്നവർക്ക്. ഞാൻ ഇന്ന് കേൾക്കുന്നത്, ഇന്ന് സഭായോഗത്തിൽ ഞാൻ വന്നത് അബദ്ധത്താലല്ല. പരിശുദ്ധാത്മാവ് എന്നെ ഉന്തി തള്ളി ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത് കേൾപ്പിച്ച് നിന്നെ അനുഭവിപ്പിക്കാനാണ്. ഇന്ന് സഭായോഗത്തിന് പോകണ്ട, ഞാൻ ക്ഷീണിച്ചിരുന്നു എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മ നിന്നെ ഉന്തിത്തള്ളി ഇവിടെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നത് നിന്റെ സമയമായതുകൊണ്ട് ഇത്ര നാളും പ്രാർത്ഥിച്ചിട്ട് എനിക്കൊന്നും ലഭിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് വിശ്വസിച്ചു. ഇന്ന് കേൾക്കുന്ന ഓരോ വാക്കുകളും ലെറ്റ് ഇറ്റ് ബി ഇംപ്രിന്റഡ് ഇൻ യുവർ സ്പിരിറ്റ്. വായിച്ചു. എന്നാൽ ന്യായപ്രമാണമുള്ളവർ അവകാശികളെങ്കിൽ വിശ്വാസം വ്യർത്ഥവും വാഗ്ദത്തവും ദുർബലവും. കൽപ്പന അനുസരിച്ചും വിശ്വസിച്ചതും യഹൂദന്മാർ മാത്രം മുഴുവൻ കൽപ്പന അനുസരിക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് മാത്രമായിരുന്നു ഈ അനുഗ്രഹം എങ്കിൽ വിശ്വാസം വ്യർത്ഥവും, നമ്മുടെ വിശ്വാസം വ്യർത്ഥമായി, വാഗ്ദത്തം ദുർബലമായി പോയി. ഹല്ലേലൂയ. അങ്ങനെയാണോ? അല്ല, താഴോട്ട് വായിച്ചു. ന്യായപ്രമാണമോ കോപത്തിന് ഹേതുവാകുന്നു. കോപത്തിന് ഹേതുവാകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ വരുന്ന വഴിയിൽ 120 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓടിച്ചാൽ ഒരു കുഴപ്പമില്ല. പോലീസ് കൈ കാണിച്ചാൽ പറയും, സാർ ഇവിടെ ഒന്നും എഴുതിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ 120 പോയി. പക്ഷെ നാളെ അവിടെ 40 കിലോമീറ്റർ സ്പീഡ് എഴുതിയാൽ കോപത്തിന് ഇടം വരും. ന്യായപ്രമാണക്കാർക്ക് കോപമുണ്ട്. നിങ്ങൾക്കും എനിക്കും പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിന്നോട് ഇനിയും കോപിക്കത്തില്ല, ഞാൻ നിന്നെ ഇനിയും ഭത്സിക്കത്തില്ല. എൻ്റെ പുത്രനെ തന്നതോടെ സ്നേഹത്തിൽ നിന്നെ ഞാൻ തിരുത്തും, വളർത്തും. പറഞ്ഞിട്ട് പച്ച വെച്ചും പുഷ്ടി വെച്ചും, നല്ല ഒച്ചത്തിൽ പറയണം, പച്ച വെച്ചും. ഓക്കെ, പെട്ടെന്ന് താഴോട്ട്. 16. അതുകൊണ്ട് കൃപാദാനം എന്ന് പറയേണ്ടത്, ദാനം എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം ദാനമാണ്. നല്ല ഒച്ചത്തിൽ പറയണം, ഇതെല്ലാം ദാനമാണ്. എനിക്ക് കിട്ടാൻ പോകുന്ന നന്മ ദാനമാണ്. ആ വീട് കിട്ടാൻ പോകുന്ന ദാനമാണ്. സമൃദ്ധി കിട്ടാൻ പോകുന്ന ദാനമാണ്. കൂലിയായിട്ടല്ല, ദാനമാണ്. എന്തിനാ കിട്ടുന്നത്? വിശ്വസിച്ചുകൊണ്ട്. ഹല്ലേലൂയ. മക്കളില്ലാത്തവർക്ക് മക്കൾ ദൈവം ദാനമായി. ഇന്ന് പകൽ എല്ലാ വന്ധ്യതകളും പൊട്ടട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ജീവിതത്തിൽ പുരോഗതി ഇല്ലെന്ന് പറയുന്ന എല്ലാ വന്ധ്യതകളും, എല്ലാം ഇല്ലായ്മയും യേശുവിൻ്റെ നാമത്തിൽ പൊട്ടട്ടെ. പെട്ടെന്ന്. അതുകൊണ്ട് കൃപാദാനം എന്ന് പറയേണ്ടതിന് വിശ്വാസത്താൽ അത്ര അവകാശിയാകുന്നു. വിശ്വസിക്കുന്നവർ അവകാശിയാകുന്നു. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഞാൻ ദൈവത്തിൻ്റെ നീതിയാണ്? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഞാൻ ദൈവത്തിൻ്റെ നീതിയാണ്? ചിലരുടെ പ്രാർത്ഥന എങ്ങനെയാ? കർത്താവേ, ഇതുപോലെ തന്നെ കൊണ്ടുപോകണം, നാളെ താന്നു പോകരുതേ. നിങ്ങൾ എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ, യേശു പറഞ്ഞ വാക്കിനെ ക്യാൻസൽ ചെയ്യുക. യേശു പറഞ്ഞത്, നിങ്ങൾ ഫലം കായ്ക്കും, നിങ്ങളുടെ ഫലം നല്ല ഒച്ചത്തിൽ പറയണം, നല്ല ഒച്ചത്തിൽ നിലനിൽക്കും. നിങ്ങളുടെ ഗ്രാഫ് ഇങ്ങനെയല്ല പോകേണ്ടത്, ഇങ്ങനെയാ പോകുന്നത്. ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നെങ്കിൽ ഇന്ന് ദൈവം അതിനെ പിടിച്ച് റിവേഴ്സ് ചെയ്ത്, അതുകൊണ്ട് ഉന്തിത്തള്ളി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. പെട്ടെന്ന് വായിച്ചു.
വാഗ്ദത്തം സകല സന്തതിക്കും ന്യായപ്രമാണമുള്ളവർക്ക് മാത്രമല്ല അബ്രഹാമിന്റെ വിശ്വാസമുള്ളവർക്കും ഉറപ്പിക്കേണ്ടതിന് തന്നെ മരിച്ചവരെ മരിച്ചവർ കാതലായ സ്ഥാനത്തേക്ക് നമ്മൾ വന്നിരിക്കുക. മരിച്ചതിനെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി അവൻ താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്നവന് മരിച്ചതിനെ എനിക്ക് മുമ്പോട്ട് പോകണമെന്നുണ്ട്, പോയാൽ ഇന്ന് വൈകുന്നേരം വരെ പോകേണ്ടി വരും. പക്ഷെ താഴെ വായിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ മരിച്ചവരെ കാണാം. പ്രായം കവിഞ്ഞ അബ്രഹാം, ഓ റഹസ്യധര, ഗർഭം ചത്ത സാറ, 24 മരിച്ച ഒരു യേശു, 3 മരിച്ചവരെ കാണാം. പുത്ര ഉൽപാദന ശേഷി നഷ്ടപ്പെട്ട് പ്രായമായി വാർദ്ധക്യമായി മരിച്ചു എന്ന് കരുതാവുന്ന അബ്രഹാം. ഇനി ഗർഭം എബ്രായർ 11 പറയുന്നത് പാസ്റ്റർ ഏജ് എന്നാണ്. എബ്രായർ 11 പറയുന്നത് ഇനി അവൾ ഗർഭമാകത്തില്ല, മരിച്ചു സാറ. 3 യേശു മരിച്ചു ഉയർത്തത് കൊണ്ട് നിങ്ങൾ നീതീകരിക്കപ്പെട്ടു. 3 മരിച്ചവരെ കാണാം. ഒരു കാര്യം ഓർത്തോണം, മരിച്ചാലേ ജീവനുള്ളൂ. മരിച്ചവർക്ക് പുനരുത്ഥാനമുള്ളത്. മരിച്ചവനാണ് ഉയർപ്പുള്ളത്. ആ മരിച്ചവൻ വസ്തുതകളെ കാണത്തില്ല. ലോകപ്രകാരം മരിച്ചവനായതുകൊണ്ട് അവൻ്റെ മുമ്പിൽ വാഗ്ദത്തങ്ങൾ മാത്രമേ തെളിഞ്ഞ് കാണത്തുള്ളൂ. വസ്തുത മരിച്ചു, വസ്തുത ഗർഭിണിയാകത്തില്ല, വസ്തുത യേശു മരിച്ചു, അടക്കപ്പെട്ടു. പക്ഷേ അടക്കിയത് നിൽക്കട്ടെ, നടക്കത്തില്ലെന്ന് പറയുന്നത് നിൽക്കട്ടെ, ചത്തു എന്ന് പറയുന്നത് നിൽക്കട്ടെ, മരിച്ചതിനെ ഉയർപ്പിക്കുന്നവനും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്നവൻ്റെ സന്നിധിയിൽ വാഗ്ദത്തത്തിങ്കിൽ അവൻ പതറിപ്പോയില്ല. വസ്തുതകൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ വാഗ്ദത്തങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നവർക്ക് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. പ്രതികൂല സാഹചര്യം വരുമ്പോൾ നിങ്ങളുടെ അകത്തെ വിശ്വാസത്തെ ജ്വലിപ്പിച്ചുകൊണ്ട് പറയണം, അവനെ നോക്കുന്നവൻ പ്രകാശിതനാകും, അവരുടെ മുഖം ലജ്ജിച്ചു പോകത്തില്ല. ബാലസിംഹങ്ങൾ ഇരക്കിട്ടാതെ അവർ വിശന്നിരിക്കും, എന്നാൽ ദൈവത്തെ അന്വേഷിക്കുന്ന എനിക്ക് ഒരു നന്മയ്ക്കും കുറവ് വരത്തില്ല. എൻ്റെ ഒരു വശത്ത് 1000 വലത്ത് ഭാഗത്ത് 10,000 വീഴും, ഒരിക്കലും എനിക്ക് ഒരിടർച്ചയും വരാൻ പോകുന്നില്ല, ഒരു ബാധയും സമീപിക്കത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ നാൾക്ക് നാൾ ഞാൻ ഉയർച്ചയെന്ന് ഉയർച്ചയ്ക്ക്. മരണമുണ്ടോ? ഉയർച്ചയുണ്ട്. മരണമുണ്ടോ? ഉയർച്ചയുണ്ട്. മരണമുണ്ടോ? ഉയർച്ചയുണ്ട്. മരണമുണ്ടോ? മരണം വസ്തുതയാണെങ്കിൽ വാഗ്ദത്തം സത്യമാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്നത് വിശ്വസിക്കുന്നവർ മാത്രം ഒരു ആർപ്പുവിളിയോടെ കരങ്ങൾ അടിച്ചുകൊണ്ട് അന്യായ ഭാഷയെ പ്രാർത്ഥിച്ചു. സംതിങ് മൈറ്റി ഈസ് ഹാപ്പനിങ്. എൻ്റെ ഉള്ളിലുള്ള ക്രിസ്തു തുള്ളിച്ചാടുക. എൻ്റെ ഉള്ളിലുള്ള ക്രിസ്തു തുള്ളിച്ചാടുക. എൻ്റെ ഉള്ളിലുള്ള ക്രിസ്തു തുള്ളിച്ചാടുക. നിങ്ങളുടെ അകത്തെ ആ ആത്മാവിലുള്ള ആ വിശ്വാസത്തെ ജ്വലിപ്പിച്ചേ. ഇതുവരെ നടന്നത് എങ്ങനെയാ? ജ്വലിപ്പിച്ചേ. ഒരു ഗ്രാമത്തിൽ മുഴുവൻ ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുക. അവിടെ ഒരു ലോറി നിറച്ച് മരുന്ന് വന്നു, ഇഞ്ചക്ഷൻ, കുത്തിവെപ്പ് വന്നു. ആൾക്കാരെല്ലാം കൈയടിച്ചിട്ട് പറഞ്ഞു, ഇവിടെ കുത്തിവെപ്പ് വന്നു, ഇനിയും ആരും മറിയിക്കത്തില്ല. പിന്നെയും ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുക. വ്യാധിയാണ്, എല്ലാവരും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ലോഡ് മരുന്നാണ് വന്നിരിക്കുന്നത്. എല്ലാവരും കൈയടിച്ച് സന്തോഷിച്ചു, ആണ്ടെ മരുന്ന് വന്നേ. പക്ഷെ പിന്നെയും ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുക.
അതെ, മരിക്കാതിരിക്കണമെങ്കിൽ ആ മരുന്ന് വന്നാൽ പോരാ, അത് എടുത്ത് കുത്തിവെപ്പും കൂടെ വേണം. വാഗ്ദത്തം കേട്ടിട്ട് പോയാൽ പോരാ, അത് പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ, തലമുറയിൽ, ബിസിനസ്സിൽ ഹല്ലേലൂയ നീ തൊടുന്നതെല്ലാം സാധിക്കുമെന്ന് പറഞ്ഞെങ്കിൽ അത് മുഴുവൻ നടക്കും. ബൈബിളിൽ അത് ഇരുന്നാൽ പോരാ, അവിടുന്ന് വലിച്ചഴച്ച് നിന്റെ വായിലൂടെ പറഞ്ഞ് അത് വിടുമ്പോൾ അതേ വീരന്റെ കയ്യിൽ നിന്നുള്ള വില്ല് പോകുന്നത് പോലെ ദൂതൻ അത് എടുത്തുകൊണ്ട് പോയി അയക്കപ്പെട്ട കാര്യം നിവർത്തിക്കാതെ മടങ്ങി വരത്തില്ല. യോശുവയെ, നീ രാവും പകലും ഈ വചനം ധ്യാനിക്കണം. നിന്റെ നാവിൽ നിന്നും അത് വിട്ടുമാറരുത്. അങ്ങനെയാണ് നീ ചെയ്യുന്നതെല്ലാം സഫലമായിരിക്കും. രാവും പകലും ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കണം, നടന്നുകൊണ്ടിരിക്കുമ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം. സാഹചര്യം മോശമാണെങ്കിലും ഈ സാഹചര്യമല്ല അവനെ നോക്കുന്നവർ പ്രകാശിതരാകും. എൻ്റെ കാര്യം, എൻ്റെ ചുറ്റും എന്തെങ്കിലും നടന്നാൽ ഞാൻ അതിനെ ഗമനിക്കത്തില്ല. എൻ്റെ കാരണം പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും എന്നെ ഉപദ്രവിക്കത്തില്ല. ഞാൻ കയറുമ്പോൾ അനുഗ്രഹമാണ്, ഞാൻ ഇറങ്ങുമ്പോൾ അനുഗ്രഹമാണ്. ഞാൻ തന്നെ ക്രിസ്തു മുഖാന്തരം അനുഗ്രഹമാണ്. കൈകൾ ഉയർത്തി അന്യഭാഷയെ പ്രാർത്ഥിച്ചു. In the silence I can feel something. നിങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങളുടെ പിന്നിൽ ഒരു കരം പ്രവർത്തിക്കുന്ന കാണാൻ എനിക്ക് സാധിക്കുന്നു. നിങ്ങൾ പരാജയപ്പെട്ട സ്ഥലത്തൊരു കരം ജയമാക്കി മാറ്റുന്നത് കാണാം. ഒരു ഫാൻ്റെ റെഗുലേറ്റർ മാറ്റുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു റെഗുലേറ്റർ മാറ്റുന്ന ഒരു അനുഭവം ഇന്ന് പകലിവിടെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി നടക്കുന്നതായിട്ട് കാണാം. പരാജയത്തിൻ്റെ പകരം ജയം. എവിടെയൊക്കെ നിങ്ങൾക്ക് സാധിച്ചില്ല അവിടെ സാധിക്കും. ലൂക്കോസ് 7:11 ഹല്ലേലൂയ ഒരു സംഭവം കാണാം. ഹല്ലേലൂയ, ഒരു ഘോഷയാത്ര കാണാം, ഒരു വിലാപയാത്ര കാണാം. ഒരു ഘോഷയാത്ര, സന്തോഷത്തിൻ്റെ യാത്ര യേശുവിൻ്റെ നേതൃത്വത്തിൽ വരികയാണ്. എൻ ദൈവരാജ്യത്തിൽ ഞാൻ സന്തോഷിക്കും. അവർ ഡാൻസ് ചെയ്തുകൊണ്ടാണ് വരുന്നത്. വരിക. എൻ ദൈവരാജ്യത്തിൽ ഞാൻ സന്തോഷിക്കും. അവർ ഡാൻസ് ചെയ്തുകൊണ്ട് വരിക. നൃത്തത്തിൻ്റെ, ആഘോഷത്തിൻ്റെ ഒരു യാത്ര ഡാൻസ് ചെയ്തുകൊണ്ട് വരുമ്പോൾ ഇപ്പുറത്തുനിന്ന് ഒരു വിലാപയാത്ര വന്നുകൊണ്ടിരിക്കും. സമയമാ രഥത്തിൽ ഞാൻ. ഒരു വിധവയുടെ ഏകമകൻ മരിച്ചു. അവളുടെ സ്വപ്നങ്ങൾ മരിച്ചു, പ്രത്യാശ മരിച്ചു. അവൾ ഒത്തിരി ആഗ്രഹിച്ച് വളർത്തിയ മകൻ പോയി. ഒരു വശം വിലാപയാത്ര. എൻ്റെ ജീവിതത്തിലൊന്നും എനിക്ക് കിട്ടിയില്ലേ, ഇത്ര നാളും കർത്താവിനെ സേവിച്ചിട്ട് എനിക്ക് എന്ന് കിട്ടി. ഇപ്പുറത്ത് ഒരു ആഘോഷയാത്ര. ലൂക്കോസ് 7 പറയാണ്, പട്ടണ വാതിക്കൽ ഈ രണ്ട് യാത്രകളും കൂട്ടിമുട്ടി. ഞാൻ വിശ്വസിക്കുന്നത് സമയമാം രഥത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് യേശു അവിടെ നിന്ന് പറഞ്ഞു, സ്റ്റോപ്പ്. ഞാനുള്ളപ്പം വിലാപമില്ല. ഞാനാണ് പുനരുത്ഥാനം ജീവനും. ഞാനുള്ളിടത്ത് അനുഗ്രഹമാ, ഉയർച്ചയാ. ഞാനുള്ളിടത്ത് പ്രത്യാശ മാത്രമേ ഉള്ളൂ, നിരാശയില്ല. നീ ചുമന്നുകൊണ്ട് നടക്കുന്ന പരാതി, നീ ചുമന്നുകൊണ്ട് നടക്കുന്ന നിരാശ താഴെ വെക്ക. ഇന്ന് വന്നിരിക്കുന്നവരും കാണുന്നവരോട് ദൂത്, നീ ചുമന്നുകൊണ്ട് നടക്കുന്ന നിരാശ, നീ ചുമന്നുകൊണ്ട് നടക്കുന്ന പ്രത്യാശ ഇല്ലായ്മ, നീ ചുമന്നുകൊണ്ട് നടക്കുന്ന ഭയം, അത് താഴെ വെക്ക്. നാഥന്റെ കാൽച്ചോട്ടിൽ നിന്ന് വെച്ച് നോക്കുന്ന സംഭവിക്കുന്നത്. യേശു ആ ബാലനെ തൊട്ടിട്ട് പറഞ്ഞു, എഴുന്നേൽക്കുക. Wake up! Wake up! Wake up!
വിലാപയാത്ര അങ്ങോട്ടായിരുന്നു എങ്കിൽ അത് തിരിച്ച് ഘോഷയാത്രയായി മകനെ കൊണ്ട് പോകുന്നത് പോലെ ഇന്ന് പകൽ ഇവിടെ വന്നിരിക്കുന്നവർ എല്ലാം കർത്താവിന്റെ കാൽക്കൽ താത്തുവെക്ക്, താത്തുവെക്ക്, താത്തുവെക്ക്. ആ ചുമത്തുന്ന താത്തുവെക്ക്, ഭാരങ്ങൾ താത്തുവെക്ക്, വിഷമങ്ങൾ താത്തുവെക്ക്. ഇന്ന് പുനരുദ്ധാനം ചെയ്യുന്നവൻ, ഉയർപ്പിക്കുന്നവൻ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്നവൻ, ആ നാമം ഓർത്തു വിളിച്ചേ. പോരാ, പോരാ. യേശുവിന്റെ കാൽക്കൽ കൊണ്ട് വെച്ചാൽ, യേശുവിന്റെ കാൽക്കൽ കൊണ്ട് വെച്ചാൽ അടക്കാൻ പറ്റത്തില്ല, എഴുന്നേൽക്കാനാ പറയുന്നത്. ഹല്ലേലൂയ. ഈ ബാലെ ഉറങ്ങുവാന്നാ പറയുന്നത്. നിന്റെ സ്വപ്നങ്ങളെ അടക്കാൻ വരട്ടെ. നിന്റെ ആ നിരാശയുടെ പാട്ടുകൾ നിർത്തിക്കേ. ജയ ഉത്സവമാ സ്വർഗീയ വിരുന്നേ, ജയ ഉത്സവമാ. ഈ ഉയർന്നിരിക്കുന്ന കരങ്ങൾ അനേകം മരിച്ചവരെ ഉയർപ്പിക്കാനുള്ള കരമാ. ദൈവരാജ്യത്തിൽ ഞാൻ സന്തോഷിക്കും, ഞാൻ ആനന്ദിച്ചു പാട്ടുപാടും. ദൈവരാജ്യത്തിൽ ഞാൻ സന്തോഷിക്കും. എത്ര പേര് ഘോഷയാത്രയില, എത്ര പേര് വിലാപയാത്രയെന്ന് ഇപ്പൊ അറിയാം. കണ്ട അടുത്തിരിക്കുന്ന ആളുകളോട് പറഞ്ഞിട്ട് സകല ഭാരവും താത്തു വെച്ചേ, സകല വിഷമങ്ങളൊന്ന് താത്തു വെച്ചേ. ഇവിടെ കയറി വന്നപ്പോൾ ഒരു ഭാരമില്ലായിരുന്നോ, അത് താത്തു വെച്ചേ, അത് താത്തു വെച്ചേ. ബാലനെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞെങ്കിൽ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്നവനും തീർന്നിട്ടില്ല. നിങ്ങളുടെ കഥ തീർന്നിട്ടില്ല, നിങ്ങളുടെ സ്വപ്നങ്ങൾ തീർന്നിട്ടില്ല, നിങ്ങളുടെ മക്കളുടെ ഭാവി തീർന്നിട്ടില്ല. നിങ്ങളുടെ ജീവിതത്തിലെ സ്വപ്നങ്ങൾ മുഴുവൻ നിവർത്തിക്കുന്നവൻ ഇവിടെ ഉണ്ട്. അവന്റെ പേര് എല്ലായിടത്തും, എല്ലായ്പ്പോഴും യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവരാജ്യത്തിൽ ഞാൻ സന്തോഷിക്കും, ഞാൻ ആനന്ദിച്ചു പാട്ടുപാടും. എൻ ദൈവരാജ്യത്തിൽ ഞാൻ സന്തോഷിക്കും, ഞാൻ ആനന്ദിച്ചു പാട്ടുപാടും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എറിഹോ മുതൽ വീട് കഴിഞ്ഞ് ആർപ്പ് വിളിക്കാൻ ഏത് സാറിനും പറ്റും. ചെങ്കടൽ മുമ്പിൽ ഭീഷണിയായിട്ട് നിൽക്കുമ്പോൾ കരയാൻ ആരും കാര്യം, പിളരുമ്പോൾ തപ്പൊക്കെ എടുക്കും. യോർദാൻ പിൻവാങ്ങി പോകുമ്പോൾ അവർ ആരാധിക്കും. പക്ഷെ നിങ്ങളും ഞാനും അങ്ങനെയല്ല. ആ മല അവിടെ നിൽക്കുമ്പോൾ തന്നെ എൻ്റെ മുമ്പേ നിൽക്കുന്ന മല, നീ ആര്? എന്നിൽ ഇരിക്കുന്നവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലുതാണ് എന്ന് നീ അറിയുന്നില്ലയോ? എന്നിൽ ഇരിക്കുന്നത് പരിശുദ്ധാത്മാവ്, നിന്നെ സൃഷ്ടിച്ചവനാ, സൃഷ്ടാവാകത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രതിസന്ധികളെ കണ്ടുകൊണ്ട് നല്ല ബെസ്റ്റായിട്ട് നൃത്തത്തോടെ ഹല്ലേലൂയ, സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ ചവിട്ടും. ഒറ്റ ചവിട്ട് കൊടുത്തേ. ഇനി മുതൽ ഒരു വിഷയം വീട്ടു വരാൻ പാടില്ല. ഇനി മുതൽ ആ ആസക്തി എൻ്റെ ജീവിതത്തിൽ വരുത്തില്ല. ആ അഡിക്ഷൻ യേശുവിന്റെ നാമത്തിൽ പോ. ആ ദാരിദ്ര്യം എന്നെ വിട്ട് എൻ ദൈവരാജ്യത്തിൽ ഞാൻ സന്തോഷിക്കും, ഞാൻ ആനന്ദിച്ചു പാടും. എൻ ദൈവരാജ്യത്തിൽ ഞാൻ സന്തോഷിക്കും, ഞാൻ ആനന്ദിച്ചു പാട്ടുപാടും. ഹല്ലേലൂയ, 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 ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ യേശുവേ രാജാവേ, 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 അങ്ങേ സ്തുതിച്ചു ഞാൻ ആർത്തുപാടും. യേശുവേ രാജാവേ, 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 അങ്ങേ സ്തുതിച്ചു ഞാൻ ആർത്തുപാടും. ഹല്ലേലൂയ.